Hello, welcome to Hyper Education. This is Anaka. Here I am dealing with 10th NOS Science and Technology. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ മൂന്നാമത്തെ മൊഡ്യൂളായിട്ടുള്ള മൂവിംഗ് തിങ്സിലെ 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രാവിറ്റേഷൻ അഥവാ ഗുരുത്വാകർഷണം എന്നിട്ടുള്ള ലെസൺ ആണ്. കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് എന്താണ് ഫോഴ്സ് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നത്, അതിൽ ഫോഴ്സിന്റെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ, പിന്നെ ന്യൂട്ടന്റെ ലോസ് ഓഫ് മോഷൻസ്, 3 ലോസ് നമ്മൾ പഠിച്ചു അല്ലെ. ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഗ്രാവിറ്റേഷൻ എന്നുള്ള കാര്യം. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മളൊരു കല്ലെടുത്ത് നമ്മൾ ഒരു ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്ത് താഴത്തോട്ട് ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആ കല്ല് വന്നിട്ട് താഴെ വന്ന് വീഴും അല്ലെ. അതെന്തുകൊണ്ടായിരിക്കും അങ്ങനെ സംഭവിക്കുന്നത്? അതേപോലെ മരത്തുനിന്ന് ഫ്രൂട്ട്സ് വീഴുന്നുണ്ട്, ലീവ്സ് വീഴുന്നുണ്ട്, അതൊക്കെ എർത്തിലോട്ട് വന്ന് വീഴുന്നത് എന്തുകൊണ്ടായിരിക്കും? യെസ്, നിങ്ങൾ ഈ ഒരു ഗ്രാവിറ്റേഷൻ എന്നുള്ള വേർഡ് നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ള ഒരു വേർഡ് ആയിരിക്കും. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്, ഇങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തണം എന്നുള്ളത്. ഇതിനെ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഡീറ്റെയിലായിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്ത് പോവാം. ഓക്കെ, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. എന്താണ് ഈ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഡെയിലി ലൈഫ് എക്സാമ്പിൾ ഇപ്പൊ നേരത്തെ പറഞ്ഞത് നമ്മൾ മരത്തുനിന്ന് ഇല വീഴുന്നത്, അതേപോലെ ഫ്രൂട്ട്സ് വീഴുന്നത്, പിന്നെ നമ്മളൊരു കല്ലെടുത്ത് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും, അത് മേലെ പോയിട്ട് താഴോട്ട് തന്നെ തിരിച്ചു വരുന്നു. അല്ലെങ്കിൽ നമ്മളൊരു പെർട്ടിക്കുലർ ഹൈറ്റിൽ നിന്ന് നമ്മൾ കല്ല് ഡ്രോപ്പ് ചെയ്യുമ്പോൾ, കല്ലാവേണ്ട ഏത് ഒബ്ജക്റ്റ് ആയിക്കോട്ടെ, ഡ്രോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ വന്ന് വീഴുന്നു, എർത്തിലേക്ക് വന്ന് വീഴുന്നു. എന്തുകൊണ്ടായി സംഭവിക്കുന്നത്? യെസ്, എന്താ സംഭവിക്കുന്നത്? അവിടെ എർത്ത് എന്ന് പറയുന്നത് എർത്തിലെ എല്ലാ ഒബ്ജക്റ്റിനെ എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, എവരി ഒബ്ജക്ട് ഇൻ ദ യൂണിവേഴ്സ് അട്രാക്ട്സ് എവരി അതർ ഒബ്ജക്ട് എന്ന്. ഇപ്പൊ ഭൂമിയുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഭൂമി എന്ത് ചെയ്യുന്നത്, ഭൂമിയിലുള്ള എല്ലാ ഒബ്ജക്ട്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ഭൂമിയിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, യെസ്, അട്രാക്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ത്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ആക്ടിവിറ്റി നമ്മൾ എടുക്കുകയാണെങ്കിൽ നമ്മളൊരു സ്റ്റോൺ എടുത്തു. ഓക്കെ, ആ സ്റ്റോൺ നമ്മൾ ആദ്യം ഒരു 1 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. അതിനുശേഷം നമ്മൾ അതൊരു സെയിം സ്റ്റോൺ തന്നെ ഒരു 5 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഡ്രോപ്പ് ചെയ്തു. ഏതാണ് നല്ല സ്പീഡിൽ വരിക? 5 മീറ്റർ ഹൈറ്റിൽ നിന്ന് ഇട്ട സ്റ്റോൺ ആയിരിക്കും. എന്തുകൊണ്ടാണ്? ആദ്യം എത്തുക ചിലപ്പോ 1 മീറ്ററിലേക്ക്, അങ്ങനെ ഡിസ്റ്റൻസ് കുറവാണ്, പക്ഷെ നല്ല സ്പീഡിൽ വരിക, നല്ല ആക്സിലറേറ്റ് ചെയ്തിട്ട് വരുന്നത് ഏതിലായിരിക്കും? 5 മീറ്ററിൽ നിന്ന് ഇട്ട 5 മീറ്റർ ഹൈറ്റിൽ നിന്നിട്ട എന്താ പറയാ, സ്റ്റോൺ ആണ്. ഓക്കെ, അപ്പോ ഇത് എന്തുകൊണ്ടാണ് ഈ ഒബ്ജക്ട്സ് വന്ന് താഴെ വന്ന് വീഴുന്നത്? എന്തുകൊണ്ടാണ് ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഫസ്റ്റ് കണ്ടുപിടിച്ചിട്ടുള്ളത് അപ്പോൾ നമ്മുടെ ന്യൂട്ടൺ തന്നെയാണ്. ന്യൂട്ടന്റെ ഒരു ഫേമസ് സ്റ്റോറി ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കഥയാണ്. ന്യൂട്ടൺ ഒരു ദിവസം ഒരു ആപ്പിൾ മരത്തിന്റെ ചോട്ടിലിരിക്കുമ്പോൾ ന്യൂട്ടന്റെ തലയ്ക്ക് എന്ത് വീണു? ആപ്പിൾ മരത്തിൽ നിന്ന് ആപ്പിൾ വീണു. അപ്പോൾ ന്യൂട്ടൺ ചിന്തിക്കുകയാണ് എന്തുകൊണ്ടാണ് ആ ആപ്പിൾ വന്ന് അവിടെ തലയിൽ വീണത്, അല്ലെങ്കിൽ മരത്തിൽ അത് എങ്ങനെ വീണു എന്ന് ചിന്തിച്ചതാണ്. അപ്പോ ന്യൂട്ടൺ കൺക്ലൂഡ് ചെയ്യാണ് അവിടെ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ ആപ്പിൾ അവിടെ വന്ന് മൂവ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് എന്തായാലും ആക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അവിടെ ഫോഴ്സ് ഒന്ന് ആക്ട് ചെയ്യുമ്പോൾ ആ ആപ്പിളുമേ അല്ലെങ്കിൽ ആപ്പിൾ ഒരു എന്ത് മോഷനിലായിരിക്കും? ആക്സിലറേറ്റീവ് മോഷനിലാണ്. അവിടെ ഒരേ സ്പീഡിലാണോ വന്ന് വീഴുക? അല്ലല്ലോ, താഴെ എത്തും തോറും അതിന്റെ സ്പീഡ് കൂടി വരും. അപ്പൊ അത് ആക്സിലറേറ്റിംഗ് ആണ്, വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ദോസ് ഒബ്ജക്ട്സ് ഫോൾസ് ഫ്രം എ പെർട്ടിക്കുലർ ഹൈറ്റ് ആർ ഇൻ ആക്സിലറേറ്റീവ് മോഷൻ അല്ലെ. അപ്പൊ ആ ആക്സിലറേറ്റിംഗ് മോഷൻ അവിടെ സംഭവിക്കണമെങ്കിൽ അവിടെ ഒരു ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ് ഫോഴ്സ് ഈസ് കോൾഡ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയും. ഓക്കെ, സോ അപ്പോ ന്യൂട്ടൺ ചിന്തിക്കുകയാണ് എർത്തിനും ഇപ്പൊ ഇതേപോലെ എർത്തിലുള്ള ഒബ്ജക്ട്സിനെ, ഇപ്പൊ കല്ലായിക്കോട്ടെ, മരത്തിലെ ഇലയായിക്കോട്ടെ, ആപ്പിളായിക്കോട്ടെ, അല്ലെങ്കിൽ ഇലകളായിക്കോട്ടെ, ഇതിനൊക്കെ എർത്തിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ എർത്ത് ഇതേപോലെ എർത്തിനെ വലം വെക്കുന്ന വേറൊരാളുണ്ടല്ലോ, ആരാണ്? യെസ്, മൂൺ ഉണ്ടല്ലോ. അപ്പൊ മൂണിന് ഇതേപോലെ എർത്ത് അട്രാക്ട് ചെയ്യുന്നുണ്ടോ എന്ന് ആര് ചിന്തിക്കുകയാണ്? ന്യൂട്ടൺ ചിന്തിക്കുകയാണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് സോളാർ സിസ്റ്റത്തിൽ അറിയാം സണ്ണിന് ചുറ്റും പ്ലാനറ്റ്സ് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ അവിടെയൊക്കെ ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഉണ്ടോ എന്നുള്ളത് ന്യൂട്ടൺ ചിന്തിച്ചു. അദ്ദേഹത്തിന്റെ ആ ഒരു കൺക്ലൂഷനിൽ അദ്ദേഹം പറയാണ് യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്റ്റും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്?
അട്രാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. പരസ്പരം ഒരു മ്യൂച്വൽ അട്രാക്ഷൻ ഉണ്ട്, അതാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ. ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ് എന്ത്, സോറി, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ഫോഴ്സ് ഈസ് വീക്ക് ബിറ്റ്വീൻ സ്മോൾ ഒബ്ജക്ട്സ് എന്ന് പറയും. ആൻഡ് ഫോഴ്സ് ബിക്കം സ്ട്രോങ് ഫോർ ലാർജ് മാസസ് ലൈക്ക് എർത്ത്, സൺ, മൂൺ എന്ന് പറയുന്നത്. അതെന്തായിരിക്കും എന്ന് വെച്ചാൽ മാസ്, ചെറിയ ഒബ്ജക്ട്സ്, ചെറിയ മാസുള്ള ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള ഈ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് വളരെ വീക്ക് ആയിരിക്കും. നേരെ മറിച്ച് ഇപ്പൊ എർത്ത്, സണ്ണ്, മൂണൊക്കെ പോലുള്ള വലിയ 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 ലാർജ് മാസ് ഉള്ള പ്ലാനറ്റ്സ്, അങ്ങനത്തെ ഒബ്ജക്ട്സ് ഒക്കെ ആണെങ്കിൽ അവരുടെ ഇടയിൽ ഉണ്ടാകുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും എന്ന് പറയുന്നത്. ആൻഡ് ദിസ് ഫോഴ്സ് കീപ്സ് പ്ലാനറ്റ്സ് ഇൻ ഓർബിറ്റ്സ്. ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആണ് പ്ലാനറ്റ്സിനെ ഒരു റിവോൾവ് ചെയ്യുന്ന ഓർബിറ്റിൽ തന്നെ കീപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂട്ടൺ പറഞ്ഞത്. ആൻഡ് പിന്നെ ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ഓൾവേസ് അട്രാക്റ്റീവ് ആണ്. ഇത് എപ്പോഴും അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. അതിപ്പോ ഒബ്ജക്റ്റിന്റെ സൈസ് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ, അത് എപ്പോഴും ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആയിരിക്കും. ആൻഡ് മാസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഈ ഫോഴ്സ് ചിലപ്പോൾ വീക്ക് ആയിരിക്കാം, സ്ട്രോങ് ആയിരിക്കാം. മാസ് കൂടുമ്പോൾ ലാർജ് മാസ് ഒക്കെ ആണെങ്കിൽ അവിടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്ട്രോങ് ആയിരിക്കും. നേരെ മറിച്ച് മാസ് കുറയുമ്പോൾ എന്തായിരിക്കും, ഒബ്ജക്ട്സിന്റെ ഇടയിലുള്ള ചെറിയ ഒബ്ജക്ട്സ് ആണെങ്കിൽ അതിന്റെ ഇടയിൽ ഉണ്ടാകുന്ന ഫോഴ്സ്, ഈ ഒരു ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്തായിരിക്കും, വീക്ക് ആയിരിക്കും. ഓക്കെ, അപ്പോ ഈ ന്യൂട്ടൺ ഇതുപോലെ കുറെ കൺക്ലൂഷൻസ് കൊണ്ടുവന്നു. ആ ഒരു കൺക്ലൂഷന്റെ ബേസിൽ ന്യൂട്ടൺ എന്ത് ചെയ്തു, ലോ ഓഫ് ഗ്രാവിറ്റേഷൻസ് പ്രപ്പോസ് ചെയ്തു. ഓക്കെ, ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ നോക്കാം. എവറി പാർട്ടിക്കിൾ അട്രാക്ട്സ് എവറി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ് ദാറ്റ് ഈസ് directly proportional to the product of masses and inversely proportional to the square of distance between them. ഒന്നുകൂടി വായിക്കാം. എവറി പാർട്ടിക്കിൾ അട്രാക്ട്സ് എവറി അതർ പാർട്ടിക്കിൾ വിത്ത് എ ഫോഴ്സ്. പറഞ്ഞ പോലെ എല്ലാ പാർട്ടിക്കിളും, യൂണിവേഴ്സിലുള്ള എല്ലാ പാർട്ടിക്കിൾസും പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, പരസ്പരം അട്രാക്ട് ചെയ്യുന്നുണ്ട് വിത്ത് എ ഫോഴ്സ്. ഓക്കെ, അവർക്കിടയിൽ എന്തുണ്ട്, ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട് എന്ന് പറയാണ്. ആ ഫോഴ്സ് എങ്ങനെ, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്തുമായിട്ട്, അവരുടെ ആ ഒരു ഒബ്ജക്റ്റിന്റെ മാസിന്റെ പ്രൊഡക്റ്റുമായിട്ട്. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് മാസ് തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞ് കിട്ടുന്ന സമ്മിനെയാണ് പറയുന്നത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ അവരുടെ നമ്മളിപ്പോ രണ്ട് ഒബ്ജക്ട് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഇടയിൽ ഉണ്ടാകുന്ന ആ ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് directly proportional to the product of their mass and inversely proportional to the square of distance between them എന്നാണ് പറയുന്നത്. എന്നുവെച്ചാൽ ഈ ഒരു രണ്ട് ഒബ്ജക്റ്റ് തമ്മിൽ ഒരു ഡിസ്റ്റൻസ് ഉണ്ടായിരിക്കുമല്ലോ, ആ ഡിസ്റ്റൻസിന്റെ സ്ക്വയറുമായിട്ട് അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. ആൻഡ് ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ് ഫിഗർ, there are two figures like two masses m1 and m2. ഓക്കെ, എന്നുവെച്ചാൽ രണ്ട് ബോഡിയാണുള്ളത്, രണ്ട് ഒബ്ജക്ട്സ് വാട്ടവർ, m1 ഉം m2 ഉം. അപ്പൊ അവരുടെ ഡിസ്റ്റൻസ്, അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് r ആണ്. ഓക്കെ, അപ്പോ അക്കോർഡിംഗ് ടു ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, എഫ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവരുടെ ഇടയിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആണ്. സോ എഫ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദി m1 into m2 product of their masses and inversely proportion to the square of the distance, that is r square എന്നുള്ളത്. ഇനി നമ്മൾ ആ പ്രൊപ്പോർഷനാലിറ്റി കളയാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ജി m1 m2 by r സ്ക്വയർ എന്നുള്ളതാണ്. ആ ജി എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്നാണ് പറയുന്നത്. ബിക്കോസ് അത് യൂണിവേഴ്സ് എവിടെയും അതിന്റെ വാല്യൂ സെയിം ആയതുകൊണ്ടാണ് യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. അതിന്റെ വാല്യൂ വരുന്നത് 6.67 into 10⁻⁻11 ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കിലോഗ്രാം സ്ക്വയർ എന്നാണ് പറയുന്നത്. അപ്പോ അതാണ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. അപ്പൊ എന്താണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് മനസ്സിലായല്ലോ. എന്ന് വെച്ചാൽ എർത്തിന്റെ എല്ലാ ഒബ്ജക്ട്സിനെയും എർത്തിലേക്ക് അട്രാക്ട് ചെയ്യുന്നുണ്ട്. എർത്തിന്റെ കേസിൽ മാത്രമല്ല, യൂണിവേഴ്സ് എടുക്കുകയാണെങ്കിൽ യൂണിവേഴ്സിലുള്ള എല്ലാ ഒബ്ജക്ട്സും പരസ്പരം, ഈവൻ ദ പ്ലാനറ്റ്സ് ഒക്കെ എല്ലാം പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്, അട്രാക്ട് ചെയ്യുന്നുണ്ട്. ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ അവരുടെ ഇടയിലുണ്ട്. ആ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ പറയുന്ന പേരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ അല്ലെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത്. അത് ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു ദർ പ്രോഡക്റ്റ് ഓഫ് ദ മാസ്. രണ്ട് ഒബ്ജക്റ്റിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ആ രണ്ട് ഒബ്ജക്റ്റിന്റെ രണ്ട് മാസിന്റെ പ്രൊഡക്റ്റിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും അവർക്കിടയിൽ ഉണ്ടാവുന്ന ആ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ടു ദ സ്ക്വയർ ഓഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇതിന് എന്ത് മനസ്സിലാക്കാൻ പറ്റും, മാസിന്റെ പ്രൊഡക്റ്റുമായിട്ട് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. എന്ന് വെച്ചാൽ മാസ് കൂടുമ്പോൾ, നേരത്തെ ഞാൻ മെൻഷൻ ചെയ്തപോലെ മാസ് കൂടുമ്പോൾ എന്ത് കൂടും, യെസ്, ഫോഴ്സ് കൂടുതൽ സ്ട്രോങ് ആയിരിക്കും. മാസ് കുറയുമ്പോൾ എന്ത് കുറയും, ഫോഴ്സ് സ്ട്രോങ് കുറയും, വീക്ക് ആയിട്ട് മാറും. പക്ഷെ ഡിസ്റ്റൻസിന്റെ കേസിൽ എന്താ, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയതുകൊണ്ട് എന്താ അത് മീൻ ചെയ്യുന്നത്, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഫോഴ്സ് കുറയുന്നു. ഐ റിപ്പീറ്റ്, ഡിസ്റ്റൻസ് കൂടുമ്പോൾ അവർ ഒബ്ജക്റ്റിന്റെ ഡിസ്റ്റൻസ് കൂടുകയാണെങ്കിൽ ഫോഴ്സ്
കുറയുന്നു. ഈ ഡിസ്റ്റൻസ് കുറഞ്ഞവർ ഭയങ്കര അടുത്താണെങ്കിൽ അവർക്കിടയിൽ ഉണ്ടാവുന്ന അട്രാക്റ്റീവ് ഫോഴ്സ്, ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്താണ്? സ്ട്രോങ് ആവുന്നു, കൂടുന്നു. അങ്ങനെയാണ് അവരുടെ ഒരു റിലേഷൻ വരുന്നത്. സോ ദിസ് ഇസ് ന്യൂട്ടൺസ് ലോ ഓഫ് ഗ്രാവിറ്റേഷൻ. ഓക്കെ. അപ്പൊ എന്താണ് ഗ്രാവിറ്റി? നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഒരു എർത്തിലുള്ള എല്ലാ ഒബ്ജക്റ്റിനെയും ആ എർത്തിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്? എർത്തിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അട്രാക്ട് ചെയ്യുന്നുണ്ട്. സോ ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സെപ്റ്റഡ് ബൈ എർത്ത് ഓൺ ആൻ ഒബ്ജക്റ്റ് ഈസ് കോൾഡ് ഗ്രാവിറ്റി. ഭൂമിയിലെ ഒരു വസ്തുവിൽ പ്രയോഗിക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിനെയാണ് എന്തെന്ന് പറയുന്നത്? ഗുരുത്വം അഥവാ ഗ്രാവിറ്റി. ഇംഗ്ലീഷിൽ ഗ്രാവിറ്റി, മലയാളത്തിൽ എന്ത് പറയും? ഗുരുത്വം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? എർത്തിൽ ഒരു ഒബ്ജക്ട്, ഏതെങ്കിലും ഒരു വസ്തുവിന്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റി അഥവാ ഗുരുത്വം. ഓക്കെ, ഇനി എന്താ പറയുന്നത്? ഡു ഒബ്ജക്ട്സ് ഫോൾ അറ്റ് സെയിം റേറ്റ്? നമ്മൾ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ ഹൈറ്റിൽ ഒരു കല്ലിട്ടാല് അത് താഴെ വന്ന് വീഴുന്നു, അല്ലെങ്കിൽ നമ്മൾ ഇവിടുന്ന് മേലോട്ട് എറിഞ്ഞു കഴിഞ്ഞാൽ അത് താഴെ വന്ന് വീഴുന്നു, അല്ലെങ്കിൽ മരത്തുനിന്ന് പൂവും കായൊക്കെ വീഴുന്നു, അല്ലെ? അപ്പൊ ഈ വസ്തുക്കളൊക്കെ ഒരേ നിരക്കിൽ തന്നെയാണ് വീഴുന്നത്. അതാണ് ചോദ്യം. അപ്പൊ നമുക്കൊരു എക്സ്പെരിമെന്റ് പറയാം. നമ്മളൊരു കോയിനും ഒരു പേപ്പറും എടുത്തു. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്താ ചെയ്തത്? നിങ്ങൾക്ക് വീട്ടിൽ പ്രാക്ടീസ് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒരു കോയിനും ഒരു പേപ്പറും എടുക്കുക. ആ പേപ്പർ എന്നിട്ട് എന്ത് ചെയ്തു? ഒരേ ഹൈറ്റിൽ നിന്ന് ഒരേപോലെ നമ്മൾ ഇട്ടു. താഴെ ഇട്ടിട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? എന്താ, നമുക്കത് ചെയ്ത് നോക്കാണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും. ആദ്യം ഏതാ വന്ന് വീഴുക? യെസ്, കോയിൻ ആണ് ആദ്യം വന്ന് വീഴുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? കോയിന്റെയും പേപ്പറിന്റെയും മാസ് ഡിഫറെന്റ് ആണ്, അല്ലെ? നമ്മൾ സെയിം ഹൈറ്റ് നിന്നിട്ടുണ്ടെങ്കിലും രണ്ടിന്റെയും മാസ് ഡിഫറെന്റ് ആണ്, അല്ലെ? അതേപോലെ സർഫസ് ഏരിയ ഡിഫറെന്റ് ആണ്. കാരണം കോയിൻ ആകെ ചെറുതാണ്, പക്ഷെ ഒരു പേപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്? കോയിനേക്കാൾ സർഫസ് ഏരിയ കൂടുതലാണ്. അപ്പോൾ ആ ഒരു എയർ റെസിസ്റ്റൻസ് ആണ് വരുന്നത് കാരണമാണ് കോയിൻ ആദ്യം വന്ന് വീഴുന്നത്. ഇനി ഇതേ എക്സ്പെരിമെന്റ് നമുക്ക് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാം. പക്ഷെ ഇത്തവണ നമ്മൾ എന്ത് ചെയ്യാണ്? ഈ നിവർത്തി പിടിച്ച പേപ്പർ നമ്മൾ എന്ത് ചെയ്യാം? ജസ്റ്റ് ഒന്ന് ചുരുട്ടുക, ക്രംബിൾ ചെയ്തു. ഓക്കെ, എന്നിട്ട് നമ്മൾ കോയിനും ഈ ഒരു ക്രംബിൾഡ് പേപ്പർ എന്ന് വെച്ചാൽ ചുരുട്ടിയ കടലാസ് പേപ്പർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരുപോലെ ഇട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? രണ്ടും ഒരുമിച്ച് വന്ന് വീഴും. മനസ്സിലായോ? ആദ്യം നമ്മൾ പേപ്പർ നിവർത്തിയിട്ടാണ് ഇടുന്നത്, ചുരുട്ടാണ്ട്. പിന്നെ രണ്ടാമത് നമ്മൾ എന്താ ചുരുട്ടിയിട്ടാണ് ഇട്ടത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? രണ്ടും ഒരുമിച്ച് വന്ന് വീഴുന്നു. ഓക്കെ, അതിന്റെ കൺക്ലൂഷൻ എന്താ? എയർ റെസിസ്റ്റൻസ് കോസ് ഡിഫറൻസ്. ഇവിടെ എയർ റെസിസ്റ്റൻസ് ആണ് ഇവിടെ ആ ഒരു ഡിഫറൻസ് ഉണ്ടാക്കുന്നത്. ഇൻ വാക്കം ഓൾ ഒബ്ജക്ട്സ് ഫോൾ ടുഗദർ. വാക്കത്തിൽ എല്ലാ ഒബ്ജക്ട്സും ഒരുമിച്ച് വന്ന് വീഴുന്നു എന്ന് പറയുന്നു. അത് ഒന്നുകൂടി ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് വേറൊരു എക്സ്പെരിമെന്റ് കൂടി പറയാം. അത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. റോബർട്ട് ബോയിൽ എന്ന് പറയുന്ന ആൾ നടത്തിയിട്ടുള്ള ഫെദർ ആൻഡ് കോയിൽ എന്ന് പറഞ്ഞ ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ഉണ്ട്. അതെന്താന്ന് വെച്ചാല് അദ്ദേഹം ചെയ്തത്, ഒരു പാത്രത്തില് ഒരു ഫെദർ പറഞ്ഞ തൂവലും നാണയം ഇട്ടു. ഓക്കെ, എന്നിട്ട് ഒരു വാക്വം പമ്പ് യൂസ് ചെയ്തിട്ട് ആ പാത്രത്തിന്റെ കംപ്ലീറ്റ് എയർ എന്ത് ചെയ്തു? പമ്പ് ചെയ്തെടുത്തു. ഇപ്പൊ അതിനുള്ളിൽ എന്തില്ല? എയർ ഇല്ല. അപ്പൊ എയർ ഇല്ലാത്ത ഒരു അവസ്ഥനെ പറയുന്ന പേരാണ് വാക്വം, എന്താ? ശൂന്യത. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്തു? ഈ പാത്രം നേരെ അങ്ങ് തിരിച്ചു. അപ്പൊ തിരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും കോയിനും തൂവലും വെച്ച് നമ്മൾ ഇട്ട് നോക്കി കഴിഞ്ഞാൽ ആദ്യം ഏതാ വീഴേണ്ടത്? കോയിൻ അല്ലേ വേണ്ടത്? തൂവൽ ഇങ്ങനെ പതുക്കല്ലേ വീഴുക. പക്ഷെ നമ്മൾ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? എയർ കംപ്ലീറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ വാക്വം ആണ്, ശൂന്യതയാണ്. അപ്പൊ അങ്ങനെ വന്നപ്പോ ശൂന്യതയിൽ അല്ലെങ്കിൽ വാക്കത്തിൽ രണ്ടും ഒരുമിച്ച് വന്ന് വീണു. മനസ്സിലായോ? അപ്പൊ അത് നമുക്ക് എന്ത് മനസ്സിലാക്കാം? വാക്വം ആണെങ്കിൽ, ശൂന്യമായിട്ടൊരു അവസ്ഥയാണെങ്കിൽ അവിടെ എല്ലാ ഒബ്ജക്ട്സും എങ്ങനെയാണ്? ഒരുമിച്ച് വന്ന് വീഴും. അവരുടെ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ മാസസ്, അവരുടെ മാസസ് അവിടെ നോക്കില്ല. ഇതിപ്പോ തൂവലും കോയിന്റെ മാസം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമല്ലുള്ളൂ. പക്ഷെ വാക്ക് ആയതുകൊണ്ട് അവർ രണ്ടാളും ഒരുമിച്ച് വന്ന് വീഴും. ക്ലിയർ ആണ്? ഇനി യെസ്, അപ്പൊ നമ്മള് ഇത്രയും എക്സ്പെരിമെന്റിന്റെ ഒബ്സർവേഷൻ നമ്മൾ നോക്കി, അതിനെ കൺക്ലൂഷൻ ചെയ്തു. എന്താണ്? നമ്മളിപ്പോ ഒരു കോയിന് പേപ്പർ വെച്ചു. രണ്ട് കേസാണ് പറഞ്ഞത്. പേപ്പർ ചുരുട്ടിയിട്ടും ഇട്ടു, ചുരുട്ടാണ്ട് ഇട്ടു. അപ്പൊ ചുരുട്ടിയിട്ടപ്പോൾ ഒരുമിച്ച് വന്നു, കാരണം അവിടെ റെസിസ്റ്റൻസ് അവിടെ കുറഞ്ഞു. അതാണ് അവിടെ ഡിഫറൻസ് വരാൻ കാരണം. പിന്നെ തൂവലിന്റെയും അതേപോലെ നാണയത്തിന്റെയും പറഞ്ഞു, ഒരു പാത്രത്തിൽ അവിടെ എയർ കംപ്ലീറ്റ് കളഞ്ഞു. വാക്വം പമ്പ് യൂസ് ചെയ്തിട്ട് എയർ കംപ്ലീറ്റ് കളഞ്ഞിട്ടാണ് അവിടെ ഇട്ടപ്പോൾ അത് ഒരുമിച്ച് വന്ന് വീണു. അപ്പൊ ഡു ഓബ്ജക്ട്സ് ഫോൾ അറ്റ് സെയിം റേറ്റ്. വസ്തുക്കളൊക്കെ ഒരു നിരക്കിലാണ് വീഴും. എപ്പോ? ഇൻ വാക്കത്തിൽ രണ്ടും ഏത് ഒബ്ജക്ട്സും അവരുടെ മാസ് എന്തോ ആയിക്കോട്ടെ, പക്ഷെ രണ്ടും ഒരുമിച്ചാണ് വന്ന് വീഴുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അടുത്ത ടേം ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. നമുക്ക് ആക്സിലറേഷൻ എന്നുള്ള വേർഡ് നമുക്കറിയാം.
അതേപോലെ ഇപ്പൊ ഗ്രാവിറ്റി എന്ന വേർഡ് നമ്മളിപ്പോ ജസ്റ്റ് കുറച്ച് മുന്നേ നമ്മളിപ്പോ ഡിസ്കസ് ചെയ്ത് എന്താണ് ഒരു ഭൂമിയുടെ ഒരു ഏതെങ്കിലും ഒരു വസ്തുവിന് മേലെ എക്സെർട്ട് ചെയ്യുന്ന ആ ഫോഴ്സ്, ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അതാണ് ഗ്രാവിറ്റി. അപ്പൊ ആ ഗ്രാവിറ്റി കാരണം ഇപ്പോ നമ്മൾ തുടക്കത്തിൽ ഒരു ക്ലാസ് തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു ഒരു കല്ല് ഇടുമ്പോഴും മാങ്ങ വീഴുമ്പോഴും അല്ലെങ്കിൽ ഇല വീഴുമ്പോഴൊക്കെ അവസാനം ഈ ഭൂമിയിലേക്ക് ഇങ്ങനെ എർത്തിലേക്ക് എത്താൻ നേരത്തെ അതിന്റെ സ്പീഡ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അല്ലെ. അത് ആക്സിലറേറ്റിംഗ് മോഷനിലാണ് ഉണ്ടാക്കിയത്, വെലോസിറ്റി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഭൂമിയിലേക്ക് എത്തുന്നത്. അപ്പോ എന്തുകൊണ്ടാണ് അങ്ങനെ ആക്സിലറേറ്റിംഗ് മോഷൻ ഉണ്ടാകാൻ കാരണം? ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഉള്ളതുകൊണ്ട്. ദാറ്റ് മീൻസ് അത് ആരാണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ അവിടെ ആര് കാരണം ഉണ്ടാകുന്നതാണ്? എർത്ത് ആണ് അവിടെ എക്സേർട്ട് ചെയ്യുന്നത്. ആ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റി അല്ലെ. അപ്പോ ആ ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ആക്സിലറേഷനെ പേരാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ഡിനോട്ടഡ് ബൈ ദ ലെറ്റർ സ്മോൾ ലെറ്റർ ജി. ഓക്കെ, ആക്സിലറേഷൻ തന്നെ അതേപോലെ തന്നെ, പക്ഷെ ആക്സിലറേഷൻ ഇവിടെ ഈ ആക്സിലറേഷൻ എന്ത് കാരണം ഉണ്ടാവുന്നത്? യെസ്, ഭൂമി ആ വസ്തുവിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് കാരണം, ദാറ്റ് ഈസ് ഗ്രാവിറ്റി കാരണം. അതുകൊണ്ടാണ് അതിനെ എന്ത് വിളിക്കുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഓൾ ഒബ്ജക്ട്സ് ഫോൾ ടുവാർഡ്സ് എർത്ത് വിത്ത് സെയിം ആക്സിലറേഷൻ. എല്ലാ ഒബ്ജക്ട്സും എർത്തിൽ വന്ന് വീഴുന്നത് ഒരേ ആക്സിലറേഷനിലാണ്. ഓക്കെ, as denoted by the letter small letter g. ക്യാപിറ്റൽ ലെറ്റർ ജി അല്ല, അത് ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ജി, അതൊരിക്കലും മാറിപ്പോരും. ഇനി നമ്മൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഇക്വേഷൻ നമ്മൾ ഡെഡ്യൂസ് ചെയ്യാണ്. നമുക്ക് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മൾ ന്യൂട്ടന്റെ ലോസ് പഠിച്ചു, മോഷന്റെ 3 ലോസ് പഠിച്ചു. അതിലെ സെക്കൻഡ് ലോ ഓഫ് മോഷനിൽ നമ്മൾ ഫോഴ്സിന് ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു എം എ, ദാറ്റ് ഈസ് മാസ് ഇൻറ്റു ആക്സലറേഷൻ എന്നുള്ളത്. ആ ഇക്വേഷൻ ഇവിടെ നമ്മൾ യൂസ് ചെയ്യാണ്. പക്ഷെ നമ്മളെ ആക്സലറേഷൻ എക്ക് പകരം നമ്മൾ ഇവിടുത്തെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ് എടുക്കുന്നത്. സോ എഫ് ഈക്വൽ ടു നമുക്ക് എം എക്ക് പകരം എന്ത് എഴുതാം? എഫ് ഈക്വൽ ടു എം ജി എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? കാരണം ജി എന്ന് പറഞ്ഞാൽ ആക്സലറേഷൻ തന്നെയാണ്. ഇവിടെ ഗ്രാവിറ്റി കാരണം ഉണ്ടെന്ന ആക്സലറേഷൻ ആയതുകൊണ്ട് നമ്മൾ എക്ക് പകരം എന്തിട്ടു? ജി എന്നിട്ടു. ഓക്കെ, അപ്പം നമ്മള് ഗ്രാവിറ്റേഷണൽ ഫോഴ്സിന് നമ്മളൊരു ഇക്വേഷൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ട്, ദാറ്റ് ഈസ് എഫ് ഈക്വൽ ടു ജി ഇൻറ്റു എം എം ഇൻ ബൈ ആർ സ്ക്വയർ എന്നുള്ളത്. അപ്പൊ നമ്മൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. അപ്പൊ എന്ത് വരും? എഫിന് നമ്മൾ എം ജി നോർത്തു, എം ജി ഈക്വൽ ടു ജി എം ഇൻറ്റു എം ബൈ ആർ സ്ക്വയർ എന്നുള്ളത്. ഈ ക്യാപിറ്റൽ എം എന്ന് ഉദ്ദേശിക്കുന്നത് എർത്തിന്റെ മാസ് ആണ്. അതേപോലെ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത് എർത്ത് ഏത് ഒബ്ജക്റ്റിലാണോ ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നത് ആ ഒരു ബോഡിയുടെ മാസാണ് ഈ സ്മോൾ ലെറ്റർ എം എന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തും ആ ഒബ്ജക്റ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പോ എമ്മും എമ്മും അതവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ആ ബാക്കി എന്ത് വരും? സ്മോൾ ലെറ്റർ ജി ഈക്വൽ ടു ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, ക്യാപിറ്റൽ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ് ആണ്. സ്മോൾ ലെറ്റർ ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്സലറേഷൻ ടു ഗ്രാവിറ്റി ആണ്. അത് ഒരിക്കലും എന്ത് ചെയ്ത് മാറിപ്പോകരുത്. അപ്പോൾ ജി ഈക്വൽ ടു ജി എം ബൈ ആർ സ്ക്വയർ എന്ന് കിട്ടി. നമ്മൾ നേരത്തെ പറഞ്ഞു എം എന്ന് പറഞ്ഞ ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ എന്താണ്? എർത്തിന്റെ മാസാണെന്ന് പറഞ്ഞു. ഈ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ എർത്തും അതേപോലെ ഒബ്ജക്റ്റും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണെന്ന് പറഞ്ഞല്ലോ. സപ്പോസ് ആ ഒബ്ജക്റ്റ് എർത്തിന്റെ സർഫസ് ആ ഒരു ഇതിലൊക്കെ നിൽക്കണമെങ്കിൽ ഈ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? യെസ്, എർത്തിന്റെ റേഡിയസിന് ഈക്വൽ ആയിരിക്കും. അപ്പൊ നമുക്കത് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? എർത്തിന്റെ റേഡിയസ് നമുക്ക് ഡിനോട്ട് ചെയ്യുന്നത് ക്യാപിറ്റൽ ആർ ആണെങ്കിൽ നമുക്ക് ഇക്വേഷൻ എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? സ്മോൾ ലെറ്റർ ജി ദാറ്റ് ഈസ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഈക്വൽ ടു ക്യാപിറ്റൽ ജി ഇൻറ്റു എം ബൈ ആർ സ്ക്വയർ. ഓക്കെ, കിട്ടിയില്ലേ? ക്ലിയർ അല്ലേ? എളുപ്പല്ലേ? ഇനി ഇതിന്റെ വാല്യൂ വരുന്നത് എർത്തിൽ ഈ ഒരു ജിയുടെ വാല്യൂ വരുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഏകദേശം എർത്തിന്റെ ഒരു സർഫസിന്റെ ഏകദേശം ആ ഒരു ഭാഗത്താണ് ഈ ഒരു 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ നമ്മൾ എടുക്കുന്നത് വാല്യൂ ആയിട്ട്. അപ്പോൾ എത്ര യൂണിറ്റ് എന്താ വരിക? ആക്സലറേഷന്റെ യൂണിറ്റ് തന്നെ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഈ ഇക്വേഷൻ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? മാസ് ഓഫ് ഒബ്ജക്റ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് നമ്മൾ ക്യാൻസൽ ചെയ്ത് കളഞ്ഞല്ലോ. ആകെ എന്തിനും മാസ് മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ? എർത്തിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, അതേപോലെ ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു പ്ലേസ് എന്നാണ് പറയുന്നത്. കാരണം ഇപ്പൊ എർത്തിന്റെ സർഫസിൽ ഇപ്പൊ ഒബ്ജക്റ്റ് ഇരിക്കുകയാണെങ്കിൽ അതിപ്പോ റേഡിയസ് ഇങ്ങനെ എന്താ പറയാ, ഇപ്പൊ സർഫസിൽ തന്നെ ഒബ്ജക്റ്റ് പല സ്ഥലത്താകുമ്പോൾ ഈ റേഡിയസ് എല്ലായിടത്തും ഒരിടക്കും എല്ലാ ഒബ്ജക്റ്റിനും ഒരേപോലെ ആയിരിക്കത്തില്ല. അപ്പൊ എന്താവും? ജിയുടെ വാല്യൂ 6 മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ മാറും. സോ നമുക്ക് എന്ത് പറയാം? ചേഞ്ചസ് ഫ്രം പ്ലേസ് ടു ഫ്രം. എർത്തിൽ തന്നെ പലയിടത്തും പ്ലേസ് മാറുന്നതിനനുസരിച്ച് ഒബ്ജക്റ്റ് ഇരിക്കുന്ന പ്ലേസ് മാറുന്നതിനനുസരിച്ചിട്ട് ഈ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിന്റെ വാല്യൂ മാറും. ഈ 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എവിടെയാണ്? ഏകദേശം എർത്തിന്റെ സർഫസിന് ഏകദേശം അടുത്തോട്ട് വരുന്ന ഭാഗത്താണ് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എടുക്കുന്നത്. അതേപോലെ നമ്മൾ പറഞ്ഞു ചേഞ്ച് ചെയ്യുന്നു പറഞ്ഞു ഗ്രേറ്റർ അറ്റ് പോൾസ് ആൻഡ് ദി ഇക്വേറ്റർ. ഇപ്പൊ പോൾസിൽ പോളാർ റീജിയനിലാണ്
ഈ ഒരു ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടുതലുള്ളത് ഏതിനേക്കാൾ? ഇക്വേറ്ററിനേക്കാൾ. ഇക്വേറ്റർ റീജിയനേക്കാൾ കൂടുതൽ എവിടെയാണ് വരുന്നത്? കാരണം റേഡിയസ് അവിടെ കുറവാണ്, അപ്പോൾ അവിടെ എന്ത് കൂടും? ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കൂടും. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. എന്താണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞത്? ഈ എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ്, അതായത് ഗ്രാവിറ്റി കാരണം ഉണ്ടാകുന്ന ഒബ്ജക്റ്റിൽ ഉണ്ടാകുന്ന ആക്സലറേഷൻ, അതാണ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഡിനോട്ടഡ് ബൈ സ്മോൾ ലെറ്റർ ജി. അതിന്റെ വാല്യൂ വരുന്നത് 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്, യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. അതിന്റെ ഇക്വേഷൻ വരുന്നത് ജി ഈക്വൽ ടു ക്യാപിറ്റൽ ജി എം ബൈ ആർ സ്ക്വയർ. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, പകരം എർത്തിന്റെ മാസിനെയും റേഡിയസിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അത് ഓരോ ഒബ്ജക്റ്റ് ഇരിക്കുന്ന പ്ലേസ് അനുസരിച്ചിട്ട് ഇതിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഇത് കൂടുതൽ ഇതിന്റെ ഹൈ റേഞ്ച് വരുന്നത് എവിടെയാണ്? പോളാർ റീജിയനിലാണ് ദാൻ ദി ഇക്വേറ്റർ റീജിയൻ. ഓക്കെ, അപ്പൊ ഇനിയിപ്പം ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കണം, കാരണം ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം വരും. നേരത്തെ നമ്മളൊരു ഇക്വേഷൻ പഠിച്ചു നമ്മളെ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് വേണ്ടിയിട്ട്. ആ ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലം വരാം. കാരണം രണ്ട് ഒബ്ജക്റ്റിന്റെ മാസ് തന്നിട്ട് അത് അവരുടെ ആ ഒബ്ജക്റ്റിന്റെ ഇടയിൽ ഉണ്ടാവുന്ന ഡിസ്റ്റൻസും തന്നിട്ട് അതിനിടയിൽ ഉണ്ടാവുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ പറയാം. അപ്പൊ ആ ഇക്വേഷൻസ് നന്നായിട്ട് പഠിക്കുക, അതേപോലെ ഇതിന്റെ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. ഇത് വെച്ചിട്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വരുന്നതാണ്. അടുത്തത് മോഷൻ ഓഫ് ആൻ ഒബ്ജക്ട് അണ്ടർ ഗ്രാവിറ്റി. നമ്മള് നമുക്കറിയാം ഇക്വേഷൻ ഓഫ് മോഷന് 3 മെയിൻ ഇക്വേഷൻസ് ഉണ്ട്. അതാ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോ എന്താ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ എന്താണ്? വി ഈക്വൽ ടു യു പ്ലസ് എ ടി ആൻഡ് എസ് ഈക്വൽ ടു യു എ പ്ലസ് ഹാഫ് ജി ടി സ്ക്വയർ. പിന്നെ അതേപോലെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് ജി ടി എ ടി സ്ക്വയർ. തേർഡ് വൺ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 എന്നുള്ളതാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഇവിടെ എന്താ വരിക? ഇവിടെ ഗ്രാവിറ്റേഷനിൽ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗ്രാവിറ്റി കാരണം വരുമ്പോൾ ആക്സലറേഷൻ എന്ത് പറയും? എ ഉള്ളിടത്തൊക്കെ എന്ത് വരും? ജി. അത്രേ ഉള്ളൂ, വേറെ ഒരു ചേഞ്ച് ഇവിടെ വരാനില്ല. ഫോർ ഒബ്ജക്ട്സ് മൂവിംഗ് ഓൺലി അണ്ടർ ഗ്രാവിറ്റി, ഗ്രാവിറ്റിയിൽ മൂവ് ചെയ്യുന്ന ഒബ്ജക്ട്സ് ആണെങ്കിൽ അവരുടെ ആക്സലറേഷൻ എ എന്നുള്ളിടത്ത് എന്ത് വരും? ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആയിട്ട് മാറും. എ ഉള്ളത് എന്തായി മാറും? ജി ആയിട്ട് വരും. അപ്പോൾ ഇക്വേഷൻ ഓഫ് മോഷൻസ് 3 എങ്ങനെ റീഅറേഞ്ച് ചെയ്യാം? വി ഈക്വൽ ടു യു പ്ലസ് എ ടി എന്നുള്ളത് എന്തായി മാറും? ജി ടി ആയിട്ട് മാറും. അതേപോലെ എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ളത് എന്തായിട്ട് മാറും? ഹാഫ് ജി ടി സ്ക്വയർ എന്നുള്ളത്. ദെൻ വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2 എന്നുള്ളത് എന്തായി മാറും? 2 ആയിട്ട് മാറും. സിമ്പിൾ ആണ്. ഈ ഇക്വേഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലം സിമ്പിൾ ആയിട്ട് വരും. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളൊരു സിറ്റുവേഷൻ എടുക്കുമ്പോൾ ആ ഒരു ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു കല്ല് നമ്മൾ മേലെന്ന് ഒരു ഹൈറ്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്യാന്നുള്ളത്. ഇതേപോലെ നമ്മൾ കല്ല് ഇവിടുന്ന് താഴോന്ന് മേലോട്ട് ഇട്ടാലും ആ കല്ല് താഴെ വന്ന് വീഴുമല്ലോ. പക്ഷെ ആ കല്ല് എന്താണ്? ഇവിടുന്ന് മുകളിലേക്ക് എറിയാണ്. മുകളിലേക്ക് എറിയണ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? അപ്വേർഡ് ആയിട്ടുള്ള മോഷൻസിൽ നമ്മൾ എന്ത് ചെയ്യണം? ജിയുടെ വാല്യൂ നമ്മൾ -9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിട്ടാണ് എടുക്കേണ്ടത്. ക്ലിയർ ആയോ? അത് മേലോട്ടായതുകൊണ്ട് എന്ത് വേണം? ഒരു നെഗറ്റീവ് സൈനും കൂടി അവിടെ നമ്മൾ ആഡ് ചെയ്യണം. അതാണ് നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നമ്മളിപ്പോ ഒരു എർത്ത് നമ്മൾ പറഞ്ഞു ഒബ്ജക്റ്റിനെ അട്രാക്ട് ചെയ്യുന്നുണ്ട് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നത്. ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ എവിടെയാണ്? താഴോട്ടാണ്. ഓക്കെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണ് വരുന്നത്? താഴോട്ടാണ് വരുന്നത്. ഇനി മുകളിലോട്ട് പോകുന്ന അല്ലെങ്കിൽ അപ്വേർഡ് ഡയറക്ഷനിലേക്കുള്ള സിറ്റുവേഷൻ അല്ലെങ്കിൽ മോഷൻ ആണെങ്കിൽ നമ്മൾ അവിടെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി നെഗറ്റീവ് ആയിട്ടാണ് എടുക്കേണ്ടത്. അപ്പൊ പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. സിറ്റുവേഷൻ നോക്കുക. അപ്വേർഡ് മോഷൻ ആണെങ്കിൽ ജിയുടെ വാല്യൂ എന്തായിരിക്കും? -9.8. നേരെ മറിച്ച് ഡൗൺവേർഡ് ആണെങ്കിൽ നെഗറ്റീവ് എടുക്കേണ്ട കാര്യമില്ല. പ്രോബ്ലം ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കുക അവിടെ. അടുത്തതാണ് മാസ്. നിങ്ങൾ കേട്ടിട്ടുള്ള പഠിച്ചിട്ടുള്ള വാക്കാണ് മാസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ വെയിറ്റ് എന്ന് പറയുന്നത്. ഈ മാസും വെയിറ്റ് എന്ന് പറയുന്നത് ഒന്നാണ്. എന്താണ് നോക്കാൻ പോകുന്നത്? ഒന്നാണെന്ന് വെച്ചാൽ അവര് എന്തൊക്കെയോ ഒരു സിമിലാരിറ്റി ഉണ്ടെങ്കിലും അവരെന്തല്ല? സെയിം അല്ല. അവര് ലിറ്ററലി അവർക്ക് ഡിഫറെന്റ് മീനിങ് ആണ് വരുന്നത്. അതെന്താ നോക്കാം. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടന്റ് ഇൻ എ ബോഡി. ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? മാസ് എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ ആ വസ്തു നമുക്കറിയാം എവ്രി മാറ്റർ ആർ മേഡപ്പ് ഓഫ് എവറി സബ്സ്റ്റൻസ് ആർ മേഡപ്പ് ഓഫ് മാറ്റർ. ഏതൊരു പദാർത്ഥവും ഉണ്ടാക്കിയിട്ടുള്ളത് ഈ ദ്രവ്യം ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമ്മളൊരു ഒബ്ജക്ട് എടുത്തു കഴിഞ്ഞാൽ, ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ ആ വസ്തുവിൽ എത്ര അളവ് ദ്രവ്യമുണ്ട് അല്ലെങ്കിൽ എത്ര എമൗണ്ട് മാറ്റർ അതിൽ അടങ്ങിയിട്ടുണ്ട് ആ അളവിനെയാണ് എന്തെന്ന് പറയുന്നത്? അതിന്റെ മാസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. എവിടെയും അതിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിപ്പോ ഭൂമിയിൽ ഇരിക്കുകയാണെങ്കിലും അതിപ്പോ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാലും അതിനിപ്പോ വേറെ എവിടെ പോയാലും
അല്ലെങ്കിൽ ഭൂമി തന്നെ പല സ്ഥലത്ത് പോയാലും അതിനെന്ത് വരുന്നില്ല, മാറ്റം വരുന്നില്ല. ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. ബിക്കോസ് ഒരു ഒബ്ജക്റ്റ് മെയ്ഡ് ചെയ്തിട്ടുള്ളത് ഇത്ര എമൗണ്ട് ഓഫ് മാറ്റർ യൂസ് ചെയ്തിട്ടാണ്. ആ അളവ് കോൺസ്റ്റന്റ് ആണ്. ആ അളവിനെ പറയുന്ന പേരാണ് മാസ്. ഓക്കെ. ഇനി ഇതിന്റെ SI യൂണിറ്റ് വരുന്നത്, സ്റ്റാൻഡേർഡ് യൂണിറ്റ് വരുന്നത് ഏതാണ്? കിലോഗ്രാം ആണ്. കാരണം മാസ് കിലോഗ്രാം ആണ് വരുന്നത്. ഇത് നമ്മൾ മെഷർ ചെയ്യണത് പാൻ ബാലൻസ് യൂസ് ചെയ്തിട്ടാണ്. ഓക്കെ. പിന്നെ നമ്മൾ ഇനേഷ്യ, നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചൊരു ടേമാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. ഈ ഇനേഷ്യയും മാസും തമ്മിൽ എന്താണ് ബന്ധം? ഗ്രേറ്റർ മാസ് ഈക്വൽ ടു ഗ്രേറ്റർ ഇനേഷ്യ എന്ന് വെച്ചാൽ മാസ് കൂടുമ്പോൾ ഇനേഷ്യ കൂടും, അല്ലെങ്കിൽ ഇനേഷ്യ കൂടുതലാണെങ്കിൽ മാസ് കൂടും. അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. നല്ല മാസ് ഉള്ള ഒബ്ജക്റ്റ് ആണെങ്കിൽ, മാസ് കൂടിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ അവർക്ക് ഇനേഷ്യയും കൂടുതലായിരിക്കും. ഇനേഷ്യ എന്താണെന്ന് ഓർമ്മയുണ്ടല്ലോ? യെസ്, നമ്മളൊരു ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് ഏത് സ്റ്റേറ്റിലാണോ ഉള്ളത്, ഇപ്പോ മോഷനിലാണെങ്കിൽ മോഷൻ, അല്ലെങ്കിൽ എന്താ പറയാ റെസ്റ്റിലാണെങ്കിൽ റെസ്റ്റിൽ, അതിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ടെൻഡൻസി, അതാണ് ഇനേഷ്യ എന്ന് പറയുന്നത്. അപ്പൊ മാസ് കൂടുമ്പോൾ ആ ഒരു ടെൻഡൻസി കൂടുതലായിരിക്കും, ഇനേഷ്യ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പൊ മാസ് ക്ലിയർ ആണല്ലോ? മാസ് എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ അടങ്ങിയിട്ടുള്ള ദ്രവ്യത്തിന്റെ അല്ലെങ്കിൽ മാറ്ററിന്റെ അളവ്, അത് അതിനെയാണ് മാസ് എന്ന് പറയാ. അത് എല്ലായിടത്തും സെയിം ആയിരിക്കും, അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. ഇതിന്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം ആണ്. പാൻ ബാലൻസ് വെച്ചിട്ടാണ് അത് അളക്കുന്നത്. അടുത്തത് വെയിറ്റ്, മലയാളത്തിൽ ഭാരം എന്ന് പറയുന്നു. അതെന്താ നോക്കാം. നമ്മൾ പറഞ്ഞു എർത്ത് ചെയ്യുന്നുണ്ട്, ഒബ്ജക്റ്റിന്റെ മേലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് അട്രാക്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട്. ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് ആ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അതിന്റെ വെയിറ്റ്, ഇപ്പോ ഒരു കല്ല് എടുത്തു കഴിഞ്ഞാല് ആ കല്ലിലേക്ക് കല്ലിനെ ഭൂമി ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. ആ കല്ലിലേക്ക് അത് ആ ഒരു ആ ഫോഴ്സിന്റെ അളവാണ് ആ കല്ലിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മാസും വെയിറ്റും ഒന്നല്ല എന്നുള്ളത്. ഓക്കെ. അപ്പം ഫോഴ്സ് ഈക്വൽ ടു mg, നമ്മൾ നേരത്തെ പഠിച്ചു. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്താണ്, mg. ആ ഫോഴ്സ് തന്നെയാണ് ആ ഒരു ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വെയിറ്റ് പറഞ്ഞാൽ W. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? W ഈക്വൽ ടു വെയിറ്റ് ഈക്വൽ ടു എന്ത് തന്നെയാണ്, മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ, സോറി ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. W ഈക്വൽ ടു mg. W എന്ന് പറഞ്ഞാൽ വെയിറ്റ്, വെയിറ്റ് ഈക്വൽ ടു mg. ഒരു ആ ഒരു വസ്തുവിൽ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, അതാണ് ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തൊക്കെയാണ് പ്രോപ്പർട്ടീസ് നോക്കാം. ഇത് ഫോഴ്സ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ യൂണിറ്റ് എന്താ തന്നെ വരിക, ന്യൂട്ടൺ ആണ് വരിക അല്ലെ. അതേപോലെ ചേഞ്ചസ് വിത്ത് പ്ലേസ് ബിക്കോസ് ജി ചേഞ്ചസ്. നമുക്കറിയാം എർത്തിലെ ജിയുടെ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് മാറുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജിയുടെ വാല്യൂ മാറുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി എന്തും മാറും, വെയിറ്റ് മാറും. ബിക്കോസ് വെയിറ്റ് ഈസ് ഡിപെൻഡഡ് ഓൺ മാസ് ആൻഡ് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് ദി ഒബ്ജക്ട്. ഓക്കെ. അപ്പൊ ജി മാറുന്നതിനനുസരിച്ച് എന്തും മാറും, വെയിറ്റ് മാറും. പക്ഷെ നേരത്തെ മാസ് മാറുന്നാണോ പറഞ്ഞത്? അല്ല, മാസ് ഒരിക്കലും എവിടെ പോയാലും എങ്ങനെ പോയാലും മാറില്ല. പക്ഷെ വെയിറ്റ് എന്ത് ചെയ്യുന്നുണ്ട്, പ്ലേസ് മാറുന്നതിനനുസരിച്ചിട്ട് മാറും. പിന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ ഭൂമിയിൽ ഞാൻ നിൽക്കുമ്പോൾ ഉണ്ടാവുന്ന എന്റെ വെയിറ്റ് ആയിരിക്കില്ല ഞാൻ ഇപ്പൊ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ഉണ്ടാവുന്ന വെയിറ്റ് ഇല്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അത് എന്തുകൊണ്ടാണ്? വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ഭൂമി എന്റെ വെയിറ്റ് എന്ന് എന്താ ഉദ്ദേശിക്കുന്നത്, ഭൂമി എന്റെ മേലിൽ എത്ര ഫോഴ്സ് ആണോ എക്സേർട്ട് ചെയ്യണത്, അതാണ് എന്റെ വെയിറ്റ്. ഓക്കെ. അതിപ്പോ ഞാൻ ചന്ദ്രനിൽ പോയി കഴിഞ്ഞാല് മാറും. കാരണം അത് ഡിഫറെന്റ് ആയി, പ്ലേസ് മാറി. അത് കംപ്ലീറ്റ്ലി മരത്തിന്റെ ഇതല്ലല്ലോ. അതാണ് ആ വെയിറ്റിൽ വരുന്ന മാറ്റം എന്ന് പറയുന്നത്. അപ്പോ ദാറ്റ് ഇസ് ചേഞ്ചസ് വിത്ത് പ്ലേസ് ബിക്കോസ് ദി ചേഞ്ചസ്. ഇനി മെഷേർഡ് ബൈ സ്പ്രിംഗ് ബാലൻസ്. ഇത് എന്ത് വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യാൻ പറ്റുക? സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. മാസ് എന്ത് വെച്ചിട്ടായിരുന്നു? പാൻ ബാലൻസ്. ഇവിടെ എന്താണ്? സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടാണ് അളക്കുന്നത്. ഡയറക്ഷൻ വരുന്നത് വെർട്ടിക്കലി ഡൗൺവേർഡ്. നമ്മൾ നേരത്തെ പറഞ്ഞു എർത്ത് ഒരു വസ്തുവിലേക്ക് ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്. അത് ഏത് ഡയറക്ഷനിലേക്കാണ്? താഴോട്ട്, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്. വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. അപ്പൊ വെയിറ്റിന്റെ ഡയറക്ഷൻ എങ്ങനെ തന്നെയാണ്? വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ്. ഇനി നമ്മളൊരു കമ്പാരിസൺ ആണ് മാസും വെയിറ്റും തമ്മിൽ. മാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ, എത്ര മാറ്റർ അതിൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നേരെ മറിച്ച് വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ആണ്, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഒരു എർത്ത് ആ ഒബ്ജക്റ്റിന്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും, അതിൽ മാറ്റം ഉണ്ടാവില്ല. പക്ഷെ വെയിറ്റ് എപ്പോഴും പ്ലേസ് മാറുന്നതിനനുസരിച്ചിട്ട് മാറിക്കൊണ്ടിരിക്കും, ബിക്കോസ് ജിയുടെ വാല്യൂ മാറുന്നതുകൊണ്ട്. ഇനി മാസിന്റെ യൂണിറ്റ് വരുന്നത് കിലോഗ്രാം ആണ്, പക്ഷെ വെയിറ്റിന്റെ യൂണിറ്റ് വരുന്നത് ന്യൂട്ടൺ ആണ്. കാരണം ബിക്കോസ് ഇറ്റ്സ് എ ഫോഴ്സ് അല്ലെ. ഇനി മാസ് മെഷർ ചെയ്യുന്നത് പാൻ ബാലൻസ് വെച്ചിട്ടാണ്, പക്ഷെ വെയിറ്റ് മെഷർ ചെയ്യുന്നത് സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടാണ്. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബേസിക് ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാസ് ആൻഡ് വെയിറ്റ്. ഇപ്പൊ നിങ്ങൾക്ക് മാസും വെയിറ്റ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസും വെയിറ്റും തമ്മിൽ ഡിഫറൻസ് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ക്ലിയർ അല്ലേ? ഇനി കുറച്ച് ഫിഗേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഫസ്റ്റ് എക്സാമ്പിൾ എല്ലാവരും നോക്കൂ. ഒരു കുട്ടി എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ബുക്ക് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ടുണ്ട് അല്ലെ. ഇനി നിങ്ങൾ ഇപ്പോൾ ഇതേപോലെ നിങ്ങൾ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അതൊരു ബുക്ക് കയ്യിലെടുക്കുക. അപ്പൊ നിങ്ങൾക്ക് ആ ബുക്കിന്റെ ഒരു വെയിറ്റ് നിങ്ങൾക്ക് ഇപ്പോ ഫീൽ ചെയ്യും. ലൈക്ക് അവിടെ ആ ബുക്ക് അവിടെ നിങ്ങൾ കയ്യിൽ വെക്കുമ്പോൾ ഇനി പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, പെട്ടെന്ന് താഴോട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, കൈ നിങ്ങൾ മൂവ് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് എന്താ ഫീൽ ചെയ്യണമെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്കൊരു ഒരു 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 ഭാരമില്ലായ്മ എന്തോ ഒരു ഇത് തോന്നാണ്, ഒരു വെയിറ്റ്ലെസ്നെസ് അവിടെ ഫീൽ ചെയ്യും. അതേപോലെ നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടായിരിക്കും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമായിരിക്കും, ആസ്ട്രോണറ്റ്സ് സ്പേസ് ഷിപ്പിൽ എന്തായിരിക്കും ഇങ്ങനെ ഫ്ലോട്ട് ചെയ്തിട്ടൊക്കെ നടക്കുക എന്നുള്ളത്. അവർക്ക് അവിടെ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളത് എന്തുകൊണ്ടായിരിക്കും? ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അതിന് ഉത്തരം ഇപ്പൊ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും. ഇപ്പൊ അറിഞ്ഞു വെച്ച കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എന്തുകൊണ്ടായിരിക്കും. പിന്നെ വേറൊരു ചിത്രം കൊടുത്തിട്ടുണ്ട്. നമ്മളിതാ ഒരാളവിടെ അവരുടെ വെയിറ്റ് മെഷർ ചെയ്യണേ. അപ്പൊ നമ്മളിങ്ങനെ വെയിങ് മെഷീനിലാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, വെയിങ് മെഷീനിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മളതിൽ കയറി നിൽക്കുന്ന സമയത്ത് നമ്മളെ വെയിറ്റ് അതിൽ കാണിക്കുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ചാല് നമ്മൾ അതൊരു ഫ്ലോറിൽ വെച്ചിട്ടുള്ള ആ ഒരു ഫ്ലോറിൽ നമ്മൾ ഈ വെയിങ് മെഷീൻ വെച്ചു, നമ്മൾ അതിൽ കയറി നിന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാണ്, ഈ ഒരു മെഷീനിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്, അല്ലെ ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ വെയിങ് മെഷീനിലേക്ക് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനല്ലേ, നമ്മൾ താഴത്തെ ഡയറക്ഷനിലേക്ക് നമ്മളൊരു ഫോഴ്സ് അവിടെ എക്സർട്ട് ചെയ്യുന്നുണ്ട്, ഡൗൺവേർഡ് ഡയറക്ഷനിലേക്ക്. അക്കോർഡിംഗ് ടു തേർഡ് ലോ ഓഫ് മോഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്, ഒരു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഒരു ഫോഴ്സ് താഴോട്ട് കൊടുക്കുമ്പോൾ താഴെ ഫ്ലോർ അതേപോലെ ഈക്വൽ ആയിട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻ അല്ലെ, നമ്മൾ താഴോട്ട് കൊടുക്കുമ്പോൾ അവർ മേലോട്ട് അല്ലെ, മേലോട്ട് ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോർ എന്ത് ചെയ്യുന്നുണ്ട്, തരുന്നുണ്ട്, എക്സർട്ട് ചെയ്യുന്നുണ്ട്. ആ റിയാക്റ്റീവ് ഫോഴ്സ് ആണ് നമ്മുടെ വെയിറ്റ് ആയിട്ട് ആ വെയിങ് മെഷീനിൽ നമുക്ക് മെഷർ ചെയ്യുന്നത്. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ടാണ് നമ്മൾ ഒരു വെയിങ് മെഷീനിൽ കയറി നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ വെയിറ്റ് അവിടെ കാണുന്നത്? എന്തുകൊണ്ടാ, നമ്മൾ ഓൾറെഡി ഫ്ലോറിലേക്ക് അല്ലെങ്കിൽ വെയിങ് മെഷീനിലേക്ക് നമ്മളൊരു ഫോഴ്സ് ഡൗൺവേർഡ് ഡയറക്ഷനിൽ കൊടുക്കുമ്പോൾ ഫ്ലോർ നമ്മളിലേക്ക് തിരിച്ച് ഇങ്ങോട്ട് ഒരു റിയാക്റ്റീവ് ഫോഴ്സ്, നമ്മൾ ഒരു ആക്ഷൻ കൊടുക്കുകയാണ്, ഒരു റിയാക്ഷൻ തിരിച്ച് കിട്ടുകയാണ്. ആ റിയാക്ഷൻ ആണ്, ആ റിയാക്റ്റീവ് ഫോഴ്സ് ആണ് നമ്മുടെ വെയിറ്റ് ആയിട്ട് അവിടെ ആ ഒരു വെയിങ് മെഷീനിൽ അവിടെ മെഷറായി കാണുന്നത്. ക്ലിയർ ആണോ? ഇനി ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളിപ്പോ ഈ വെയിങ് മെഷീൻ നമ്മൾ എങ്ങനെയാ ഒരു നിലത്ത് വെച്ചിട്ടാണല്ലോ നമ്മൾ അളക്കുക. ആ അടിയത്തെ നില പെട്ടെന്ന് മാറിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? അടി കഴിഞ്ഞാൽ നമ്മൾ അതിങ്ങനെ ഫ്രീ ഫോൾ ചെയ്യും. നമ്മൾ വെയിങ് മെഷീൻ നമ്മൾ താഴേക്ക് വീഴല്ലേ ചെയ്യാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നമുക്ക് ഡൗൺവേർഡ് നമ്മൾ ഫോഴ്സ് അവിടെ കൊടുക്കുന്നില്ല. അപ്പൊ ആക്ഷൻ ഇല്ലാത്ത പക്ഷം അവിടെ എന്തുണ്ടാവില്ല, റിയാക്ഷൻ ഉണ്ടാവില്ല. അങ്ങനെ സമയത്ത് ആദ്യത്തെ ഫിഗർ നോക്കൂ, ആ വെയിങ് മെഷീനിൽ എന്താണ്, സീറോ ആണ് കാണുന്നത്. കാരണം ആ സമയത്ത് നമുക്ക് വെയിറ്റ് അവിടെ നമുക്ക് ഫീൽ ചെയ്യില്ല, കാരണം നമ്മൾ അവിടെ റിയാക്ഷൻ കൊടുക്കുന്നില്ല. അപ്പൊ പിന്നെ അവിടെ റിയാക്ഷൻ ഉണ്ടാവോ? ഇല്ല. അപ്പൊ അവിടെ നമുക്ക് എന്തായിരിക്കും, സീറോ ആയിരിക്കും. ഇതെന്ന് എന്താ മനസ്സിലായത്, ഫ്രീലി ഫോളിംഗ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിന് എന്തായിരിക്കും, വെയിറ്റ് ഫീൽ ചെയ്യുമോ? ഇല്ല എന്നല്ലേ നമുക്ക് മനസ്സിലായത്. ഓക്കെ, അതിന് നമ്മൾ വെയിറ്റ്ലെസ്നെസ് എന്ന് പറയും. ഭാരമില്ലാത്ത ഒരു അവസ്ഥ. എന്താ നോക്കാം, ഡെഫിനിഷൻ എങ്ങനെയാ, കണ്ടീഷൻ വെൻ അപ്പാരന്റ് വെയിറ്റ് സീറോ, വെച്ചാൽ വെയിറ്റ് സീറോ ആവുന്ന ഒരു അവസ്ഥ. അതാണ് ഈ വെയിറ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്, ഭാരമില്ലാതെ ആവുന്ന ഒരു അവസ്ഥ. എപ്പോഴാണ് നടക്കുന്നത്, ഫ്രീ ഫോൾ സമയത്ത്. സ്വതന്ത്രമായിട്ട് ഒരു വസ്തു വീഴുന്ന സമയത്ത് എന്തില്ല, താഴോട്ട് അവർ ഫോഴ്സ് കൊടുക്കുന്നില്ല, അവിടെ ആക്ഷൻ നടക്കുന്നില്ല, അതുകൊണ്ട് അവിടുന്ന് തിരിച്ചിങ്ങോട്ടൊരു റിയാക്ഷൻ കിട്ടാത്തത് കൊണ്ട് അവരുടെ വെയിറ്റ് എന്താണ്, അവിടെ സീറോ ആണ്. കാരണം വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, എർത്ത് എക്സെപ്റ്റ് ചെയ്യുന്ന ഫോഴ്സ് അല്ലേ, അത് അവിടെ സീറോ ആയിട്ട് പോവാണ്. അപ്പൊ ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് ദർ ഈസ് നോ വെയിറ്റ്. അതുകൊണ്ടാണ് അതിന് പറയുന്ന പേരാണ് വെയിറ്റ്ലെസ്നെസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞപ്പോ നേരത്തെ ഡിസ്കസ് ചെയ്തതൊക്കെ അതിൽ പെടും. അതേപോലെ ഒന്നുകൂടി പറയാം, ദ ഓസ്ട്രോണറ്റ്സ് ഇൻ സ്പേസ് ഷിപ്പ്, അതേപോലെ ഒബ്ജക്ട് ഇൻ ഫോളിംഗ് ലിഫ്റ്റ്. നമ്മളിപ്പോ ലിഫ്റ്റിൽ കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു എന്തപ്പോ പെട്ടെന്ന് കയറുമ്പോൾ നമ്മുടെ വെയിറ്റിൽ ഒരു ഇൻക്രീസ്നെസ് ഫീൽ ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ താഴോട്ടാണ് പോകണമെങ്കിൽ പെട്ടെന്ന് ഒരു വെയിറ്റ് അവിടെ കുറഞ്ഞ പോലെ നമുക്ക് ഫീൽ ചെയ്യും. എന്തുകൊണ്ടാണ്, അവിടെ ഫ്രീ ഫോൾ ആണ്. അപ്പോ അവിടെ വെയിറ്റ്ലെസ്നെസ് എന്നുള്ള ഒരു ഫിനോമിനൻ ആണ് അവിടെ ഒക്കർ ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് നടക്കണത് വെച്ചാല്, ഫ്രീ ഫോൾ ചെയ്യുന്ന സമയത്ത് അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല, നമ്മളവിടെ ഒരു ആക്ഷൻ ഇല്ല. അപ്പൊ അവിടെ റിയാക്ഷൻ അവിടെ നടക്കാത്തത് കൊണ്ടാണ് നമുക്ക് അവിടെ വെയിറ്റ് ഫീൽ ചെയ്യാത്തത്. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ ലിഫ്റ്റിൽ കയറുന്ന സമയത്ത് ലിഫ്റ്റിൽ നമ്മൾ മേലോട്ടാണ് പോകുന്നതെങ്കിൽ നമ്മുടെ വെയിറ്റ് നമുക്ക് ഇൻക്രീസ് ചെയ്യുന്ന പോലെയും, താഴോട്ടാണ് വരുന്നതെങ്കിൽ ലിഫ്റ്റിൽ താഴോട്ടാണ് പോകുന്നതെങ്കിൽ അവിടെ വെയിറ്റ് കുറയുന്ന ഒരു അവസ്ഥ പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് വെയിറ്റ്ലെസ്നെസ്, ഭാരം ഇല്ലാതെ ആവുന്നത്. അത് ഫ്രീ ഫോൾ ഉള്ള സമയത്ത് മാത്രമാണ് നടക്കുന്നത്. ഓക്കെ, ഇനി ഇവിടെ ഒരു ഫിഗർ കൊടുത്തിട്ടുണ്ട്. എന്താന്ന് വെച്ചാല് നമ്മളൊരു പാത്രത്തില് വെള്ളം എടുക്കും, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു വുഡൻ ബ്ലോക്ക് എടുത്തിട്ട് അത് ഇട്ട് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക?
യെസ്, അതിങ്ങനെ ഫ്ലോട്ട് ചെയ്ത് അവിടെ നിൽക്കും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്തു, അതെടുത്ത് ജസ്റ്റ് ഒന്ന് അതിലേക്ക് പ്രസ് ചെയ്തു, കൈ വെച്ച് അതിങ്ങനെ താഴത്തേക്ക് മുക്കി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു എന്താ പറയാ, തിരിച്ച് ആരോ ഇങ്ങനെ തള്ളി മേലോട്ട് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ തള്ളുന്ന പോലെ ഒരു ഫീൽ എനിക്ക് തോന്നും. അത് നിങ്ങൾക്ക് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ നിങ്ങൾക്ക് ഇപ്പൊ കിണറ്റിലൊക്കെ നമ്മൾ വെള്ളം മുക്കണ സമയത്ത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മള് വെള്ളത്തിന്റെ അടിയിലേക്ക് ആ ബക്കറ്റ് വീണ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ മുക്കിയാൽ നമുക്ക് ഒരു തരത്തിലുള്ള വെയിറ്റ്, നമ്മളിങ്ങനെ കയറ് വലിക്കുമ്പോൾ നമുക്ക് അവിടെ വെയിറ്റ് ഫീൽ ചെയ്യില്ല, ബക്കറ്റിന്റെ വെള്ളത്തിന്റെ വെയിറ്റ് നമുക്ക് ഫീൽ ചെയ്യില്ല. നേരെ മറിച്ച് ആ വെള്ളത്തിന്റെ കിണറിലെ വെള്ളത്തിന്റെ ഇതുണ്ടാവില്ലേ, ലെവൽ ഉണ്ടാവുമല്ലോ, ആ സർഫസ് അങ്ങോട്ട് പൊന്തിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല, പിന്നെ നമുക്ക് മുക്കുമ്പോൾ എന്തുണ്ടാവും, നല്ല വെയിറ്റ് ഫീൽ ചെയ്യും. അതൊക്കെ എന്തുകൊണ്ടായിരിക്കും? ഇനി ഇപ്പൊ നമ്മൾ ഈ ഫിഗറിൽ കണ്ട വുഡൻ ബ്ലോക്ക് നമ്മൾ മുക്കി കഴിഞ്ഞപ്പോ തിരിച്ച് നമ്മളോട് കൈ വിട്ട് കഴിഞ്ഞാൽ നേരെ പിന്നെ അത് തിരിച്ച് മേലോട്ട് തന്നെ വന്നിക്കും. ഇനി നമ്മൾ ഒന്നും കൂടി പ്രസ് ചെയ്ത് അതിന്റെ ആ ബക്കറ്റിന്റെ ആ അടിയിൽ വരെ വെത്തി കഴിഞ്ഞിട്ട് നമ്മൾ വിട്ട് കഴിഞ്ഞാലോ അപ്പോഴും തിരിച്ചത് മേലേക്ക് വന്ന് നിൽക്കും. അപ്പൊ എന്താണ്, നമ്മൾ എന്തിലാണ് ഇപ്പൊ ഈ ഒരു വുഡൻ ബ്ലോക്ക് വെച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ നമ്മൾ കിണറിലൊക്കെ ഇപ്പൊ കേസ് പറഞ്ഞപ്പോ എന്തിലാണ് നമുക്ക് അങ്ങനെ ഒരു, എന്താണ് അവിടെ കോമൺ ആയിട്ട് ഇപ്പോൾ എന്താ ഉള്ളത്, യെസ് ഫ്ലൂയിഡ് ഉണ്ട് അല്ലെ, ഫ്ലൂയിഡ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്ലൂയിഡ് ഏതൊരു ഫ്ലൂയിഡ് ആയിക്കോട്ടെ അതിലേക്ക് ഒരു ഒബ്ജക്റ്റ് വന്ന് ഇമ്മേഴ്സ് ചെയ്യാന്നാണ്, അതിൽ മുക്കുമ്പോൾ എന്ത് സംഭവിക്കും, ഈ ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒബ്ജക്റ്റിന്റെ മേലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ക്ലിയർ ആണോ? അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു വുഡൻ ബ്ലോക്ക് നമ്മൾ അതിലേക്ക് മുക്കാൻ ശ്രമിക്കും തോറും തിരിച്ച് അവിടുന്ന് എന്തോ ഒന്ന് നമ്മളതിനെ തിരിച്ചിങ്ങോട്ട് തള്ളുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതെന്താണ്, ആ ലിക്വിഡ് ആ വുഡൻ ബ്ലോക്കിന്റെ മേലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. നമ്മളൊരു സ്പ്രിംഗ് ബാലൻസ്, ഈ ചിത്രത്തിൽ കാണുന്നതാണ് സ്പ്രിംഗ് ബാലൻസ്. ഈ സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു കല്ലിന്റെ വെയിറ്റ് നമ്മൾ ആദ്യം മെഷർ ചെയ്തു. ഓക്കെ, ഇനി അതേ കല്ല് തന്നെ ഒരു വെള്ളത്തിൽ ഇട്ടിട്ട്, ബീക്കറിൽ വെള്ളം എടുത്തിട്ട് അതിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്ന അറിയോ? എന്ത് സംഭവിക്കുക വെച്ചാൽ അതിങ്ങനെ കല്ലിങ്ങനെ മുങ്ങും തോറും താഴോട്ട് മുങ്ങും തോറും അതിന്റെ ആ ഒരു റീഡിങ് ഇങ്ങനെ കുറഞ്ഞു വരികയാണ് ചെയ്യും. അപ്പൊ നമ്മളിപ്പോ രണ്ട് ഫിഗേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. വുഡൻ ബ്ലോക്ക് പുഷ്ഡ് ഇൻ വാട്ടർ, വുഡൻ ബ്ലോക്ക് നമ്മൾ വെള്ളത്തിലേക്ക് പുഷ് ചെയ്ത് കൊടുത്തപ്പോ എന്തായി, ഫീൽസ് അപ്വേർഡ് പുഷ്, മേലോട്ടൊരു പുഷ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതേപോലെ രണ്ടാമത്തെ കേസ് സ്റ്റോൺ ഇൻ സ്പ്രിംഗ് ബാലൻസ് ആണ്. സ്പ്രിംഗ് ബാലൻസ് നമ്മൾ സ്റ്റോൺ കെട്ടിയിട്ടു, അതേപോലെ നമ്മൾ വെള്ളത്തിലാക്കിയിട്ടും കെട്ടിയിട്ടു, അപ്പൊ അതിന്റെ റീഡിങ് ഇങ്ങനെ കുറഞ്ഞു വരും. ഇനി നമുക്ക് എന്താണ് നമ്മൾ ഫൈനലി കൺക്ലൂഡ് ചെയ്തത്, ഫ്ലൂയിഡ് എക്സേർട്ട് അപ്വേർഡ് ഫോഴ്സ് എന്നുള്ളതാണ്. ഒരു ദ്രാവകം അതിലുണ്ടാകുന്ന ഒരു ഒബ്ജക്റ്റ് ഏതായിക്കോട്ടെ അതിലേക്ക്, ആ ഒബ്ജക്റ്റിലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അപ്വേർഡ് ഫോഴ്സ് ആണ്, മേലോട്ട് ഒരു ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സേർട്ട് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ആ ഫോഴ്സിന്റെ പേരാണ്, ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റ് അതിലേക്ക് മുക്കുന്ന ഒബ്ജക്റ്റിന്റെ മേലേക്ക് കൊടുക്കുന്ന ആ ഒരു അപ്വേർഡ് ഫോഴ്സിന് പറയുന്ന പേരാണ് ബയോൻസി ഫോഴ്സ് അഥവാ പ്ലവനം. ഫോഴ്സ് ഓഫ് ബയൻസി അഥവാ ബയൻ ഫോഴ്സ് എന്ന് പറയും. പിന്നെ അപ്ത്രസ്റ്റ് എന്നുള്ളത് വേറൊരു പേരാണ്, മലയാളത്തിൽ ഉൽത്താപനം എന്ന് പറയും ട്ടാ. സോ എന്താണ് ഈ ബയോൻസി അഥവാ ഫോഴ്സ് ഓഫ് ബയോൻസി അല്ലെങ്കിൽ ബയൻ ഫോഴ്സ് അല്ലെങ്കിൽ അപ്ത്രസ്റ്റ്, ഒരുപാട് പേരുണ്ട്. എന്താന്ന് വെച്ചാൽ അപ്വേർഡ് ഫോഴ്സ് എക്സർട്ടഡ് ബൈ എ ഫ്ലൂയിഡ് ഓൺ എ ഇമ്മേഴ്സ്ഡ് ഒബ്ജക്ട്, ഒരു ഫ്ലൂയിഡ് അതിപ്പം ഗ്യാസ് ആവാം ലിക്വിഡ് ആവാം, അതിലേക്ക് നമ്മളൊരു ഒബ്ജക്റ്റ് മുക്കുമ്പോൾ ആ ഒബ്ജക്റ്റിന്റെ മേലേക്ക് ആ ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു അപ്വേർഡ് ഫോഴ്സ്, അതെടുത്ത് പറയണം, അപ്വേർഡ് ഫോഴ്സ്. നമ്മൾ മുക്കാണ് ആ വെള്ളത്തിലേക്ക്, അപ്പോൾ അവിടുന്ന് തിരിച്ച് മേലോട്ട് എന്ത് ചെയ്യുന്നത്, ഒരു ഫോഴ്സ് ആ ഫ്ലൂയിഡ് ഒബ്ജക്റ്റിന്റെ മേലേക്ക് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. അതിന് പറയുന്ന പേരാണ് ബയോൻസ് ഫോഴ്സ് അഥവാ അപ്ത്രസ്റ്റ് അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബയോൻസി. അപ്പൊ ഇത് കാരണമാണ് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്ലോട്ട് ചെയ്തിട്ടൊക്കെ നിൽക്കുന്നത് ഈ ലിക്വിഡിൽ അല്ലെങ്കിൽ ഫ്ലൂയിഡ്സിൽ ഈ ഒബ്ജക്ട്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എന്ത് ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്നത്, ഒഴുകി പോകുന്നതൊക്കെ ഈ ഒരു ഫോഴ്സ് കാരണമാണ്. കാരണം നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിൽ ഫ്രിക്ഷൻ പഠിച്ചത് ഓർമ്മയുണ്ട്, നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ഫ്ലോർ നമ്മുടെ മേലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്ന നമ്മൾ ഫ്രിക്ഷൻ എന്ന് പഠിച്ചത്. അതേപോലെ ഫ്ലൂയിഡ്സിന്റെ കേസിൽ അതിലേക്ക് മുക്കുമ്പോൾ, ഒരു ഒബ്ജക്റ്റ് അതിലേക്ക് മുക്കി താഴ്ത്തുമ്പോൾ അതിന്റെ മേലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്, അതാണ് ബയോൻസി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു കല്ല് മുക്കിയാലും അല്ലെങ്കിൽ ഒരു തേങ്ങ മുക്കിയാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബോൾ മുക്കിയാലും ഒക്കെ ഒരേ ഫോഴ്സ് ആയിരിക്കും ഫ്ലൂയിഡ് എക്സൈറ്റ് ചെയ്യുന്നുണ്ടാവുക എന്നതായി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പൊ അതിന് എങ്ങനെയാണ് അപ്പൊ ഓരോ ഒബ്ജക്റ്റിന്റെ മേലേക്ക് എന്തായാലും ഒരു ഫ്ലൂയിഡ് എന്തെങ്കിലും ഫോഴ്സ് എക്സൈറ്റ് ചെയ്യണമെന്ന് മനസ്സിലായില്ല. ഒരു ഫ്ലൂയിഡിലേക്ക് നമ്മൾ ഏതൊരു വസ്തു ഇട്ടാലും അതിന് മേലെ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യേണ്ട, അല്ലെങ്കിൽ ബയോൻസി ഫോഴ്സ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. പക്ഷെ ഏത് ഒബ്ജക്റ്റിനും എല്ലാ ഒബ്ജക്റ്റിനും ഒരേപോലെ ഇരിക്കുമോ ഇതിന്റെ അളവ് എന്ന് പറയുന്നത്? ഇപ്പൊ ഒരു കല്ല് ഞാൻ വെള്ളത്തിലിട്ടു, അപ്പൊ ആ കല്ലിന്റെ മേലേക്ക് കല്ലുമേക്ക് ഒരു
ഫോഴ്സ് ഈ ഒരു വെള്ളം കൊടുക്കുന്നുണ്ട്. അതേ ഫോഴ്സ് തന്നെ, അതേ അളവ് ഫോഴ്സ് തന്നെയാണോ ഒരു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു ബോൾ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക? അപ്പൊ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം അല്ലെ? ഈ ഒരു ബയോൺസി ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആർക്കിമിഡിസ് എന്ന് പറഞ്ഞിട്ടുള്ള സയന്റിസ്റ്റ് എന്ത് ചെയ്തിട്ടുള്ള ഒരു ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ കൊണ്ടുവന്നിട്ടുള്ളത്. അതിനൊരു സ്റ്റോറി ഉണ്ട്. ആർക്കിമിഡിസ് ബാത്ത് ടബിൽ എൻ്റർ ചെയ്ത് കുളിക്കാൻ വേണ്ടി നിന്ന സമയത്ത് അദ്ദേഹം ബാത്തിലേക്ക് എൻ്റർ ചെയ്തപ്പോ എന്ത് ചെയ്തു? വെള്ളം പുറത്തോട്ട് വരും. നമ്മൾ അതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ അത്രയും നമ്മൾ കയറി അത്രയും തന്നെ വെള്ളം പുറത്തോട്ട് വീഴുമല്ലോ. അങ്ങനെ വീണപ്പോഴാണ് ആർക്കിമിഡിസിന് ഈ ഒരു ഇതിന്റെ ഒരു പിന്നിലുള്ള ഒരു എന്താ പറയാ ആ പ്രിൻസിപ്പിൾ മനസ്സിലായിട്ട് അദ്ദേഹം സ്ട്രീറ്റിലൂടെ ഓടി. യുറേക്ക 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 എന്ന് പറഞ്ഞാൽ ഐ ഗോട്ട് ഇറ്റ്, എനിക്ക് കിട്ടിയതിന്റെ കാരണം കിട്ടി എന്നുള്ളതാണ്. അപ്പൊ അത് അങ്ങനെ പറഞ്ഞുകൊണ്ട് സ്ട്രീറ്റ് മുഴുവൻ ഓടി ഉള്ളൊരു സ്റ്റോറി ഉണ്ട്. അതാണ് ആർക്കിമിഡിസ് പ്രിൻസിപ്പിളിന്റെ ഒരു ബാക്ക് സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ എന്താണ് അദ്ദേഹം പറഞ്ഞ ആ ഒരു പ്രിൻസിപ്പിൾ? വെൻ എ ബോഡി ഈസ് ഇമ്മേഴ്സ്ഡ് ഫുള്ളി ഓർ പാർഷ്യലി ഇൻ എ ഫ്ലൂയിഡ്, it experiences an upward force equal to the weight of fluid displaced by it. ഒരു വസ്തു ദ്രാവകത്തിൽ പൂർണ്ണമായോ അല്ല ഭാഗികമായോ മുങ്ങുമ്പോൾ, നമ്മളൊരു വെള്ളത്തില് ഏതെങ്കിലും വെള്ളം അല്ല ഏതെങ്കിലും ദ്രാവകത്തില് ഒരു വസ്തുവിനെ പൂർണ്ണമായി മുക്കുകയോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് പകുതിയോ മുങ്ങുമ്പോൾ അതിലേക്ക് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് ബയോൺസി ഫോഴ്സ്. അത് നമുക്കറിയാം. അത് ആ വസ്തു സ്ഥാനം മാറ്റുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായ മുകളിലേക്കുള്ള ഒരു ബലം അനുഭവിക്കുന്നു എന്നാണ് പറയുന്നത്. എന്താ വെച്ചാല് ആ ഒരു ഇപ്പൊ ഒരു പാത്രം വെള്ളം എടുത്തു കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ കല്ലിട്ട് കഴിഞ്ഞാല് ആ കല്ലിടുമ്പോൾ ആ കല്ലിട്ട അത്ര തന്നെ വെള്ളം അവിടെ ഡിസ്പ്ലേസ് ആയി പോലോ. അതിന്റെ ആ വെയിറ്റിന് ഈക്വൽ ആയിരിക്കും ആ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്നാണ് പറയുന്നത്. ഇപ്പൊ അത് ആർക്കിമിഡിസിന് മനസ്സിലാവാൻ കാരണം ആർക്കിമിഡിസ് ആ ബാത്ത് ടബിൽ കയറിയപ്പോ ആർക്കിമിഡിസ് കയറി വഴിക്ക് തന്നെ എന്തായി? അത്രയും അദ്ദേഹത്തിന്റെ ആ ബോഡിയുടെ വോളിയത്തിനനുസരിച്ചിട്ട് എന്തായി? അത്രയും വെള്ളം പുറത്തോട്ട് പോയി. ഓക്കെ, അതന്നെ ആ ഒരു വെയിറ്റ്, ആ ഒരു വോളിയം, ആ ഒരു വെയിറ്റ് ആണ് എന്ത് വരുന്നത്? ആ ഒരു എത്ര ഡിസ്പ്ലേസ് ചെയ്തോ, ഫ്ലൂയിഡ് എത്രത്തോളം എത്ര വെയിറ്റ് അവിടെ ഡിസ്പ്ലേസ് ചെയ്തോ അതാണ് ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിന്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലെങ്കിൽ ബയോൺസി ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഫാക്ടറിനെ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഡെൻസിറ്റി ഓഫ് ദ ഫ്ലൂയിഡ്, ഏത് ഫ്ലൂയിഡ് ആയിക്കോട്ടെ അതിന്റെ ഡെൻസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതേപോലെ വോളിയം ഓഫ് ബോഡി ഇമേഴ്സ്ഡ്, ഏത് ഒബ്ജക്റ്റ് ആണോ അതിന്റെ വോളിയത്തിനനുസരിച്ചിരിക്കും. ഇപ്പൊ ഞാൻ ചോദിച്ചതിന് ഉത്തരം നമുക്ക് കിട്ടിയില്ല. കാരണം ഞാൻ ചോദിച്ചത് എന്താ? ഒരു കല്ല് വീഴുമ്പോഴോ അല്ലെങ്കിൽ തേങ്ങയാണ് മുക്കുന്നത്, അല്ലെങ്കിൽ ഒരു ബോൾ ആണെങ്കിലോ ബയോൺസി ഫോഴ്സ് സെയിം ആയിരിക്കുമോ? ആ ഫ്ലൂയിഡ് ആ ഒബ്ജക്റ്റിന്റെ മേലെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ മാഗ്നിറ്റ്യൂഡ് സെയിം ആയിരിക്കുമോ? അല്ല. അത് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? വോളിയം ഓഫ് ബോഡി ഇമേഴ്സ്ഡ്. ഇപ്പൊ ഒരു ചെറിയൊരു കല്ലിട്ട് കഴിഞ്ഞാൽ അതിന്ന് വെള്ളത്തിന്റെ കുറച്ച് വെള്ളം ഡിസ്പേഴ്സ് ആവും. ഓക്കെ, അതേ അളവ് വെള്ളമായിരിക്കുമോ മറ്റേ ഒരു വലിയൊരു തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടാവുക? അല്ല. സോ ഇറ്റ്സ് ക്വൈറ്റ് ഡിഫറെന്റ്. അപ്പൊ എത്രത്തോളം വെള്ളം ഡിസ്പ്ലേസ് ആവുന്നു പോകുന്നുണ്ടോ ആ ഒരു വെയിറ്റ് ആയിരിക്കും, ആ ഒരു എമൗണ്ട് ഓഫ് ആയിരിക്കും ഇവരുടെ ബയോൺസി ഫോഴ്സിന്റെ വാല്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഈ ഒരു ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഒരുപാട് നമ്മൾ ഡെയിലി ലൈഫിൽ എക്സാമ്പിൾസിന് ബിഹൈൻഡ് ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ആണ്. ഇപ്പോ കുറച്ച് ആപ്ലിക്കേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഷിപ്പ് ആൻഡ് സബ്മറൈൻസ് എന്ന് വെച്ചാല് ഷിപ്പിന്റെ ഒക്കെ ഷേപ്പ് കണ്ടിട്ടുണ്ടോ? അന്തർവാഹിനിയുടെ ഒക്കെ രൂപകൽപ്പന ഒരു പ്രത്യേക രൂപത്തിലല്ലേ? അത് എന്തിന്റെ ബേസിലാണ്? ഈ ഒരു ബയോൺസി ഫോഴ്സ്. കാരണം ഫ്ലോട്ട് ചെയ്യാണ് അല്ലെ? ആ ഒരു വെള്ളത്തില് കപ്പലൊക്കെ നിൽക്കല്ലേ, ഫ്ലോട്ട് ചെയ്തല്ലേ പോണം. അപ്പൊ അതിന്റെ ഒക്കെ മെയിൻ ആയിട്ട് എന്താണ്? ഏത് പ്രിൻസിപ്പിളെ ബേസ് ചെയ്തിട്ടാണ്? ആർക്കിമിഡിസ് പ്രിൻസിപ്പിളെ ബേസ് ചെയ്തിട്ടാണ്. ബയോൺസി ഫോഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഷിപ്പിനും സബ്മറൈൻസിനും ഒക്കെ ഈ ഒരു അവരുടെ ഷേപ്പ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു അങ്ങനെ അവരുടെ ഫോർമേഷൻ നടന്നത് അത് വെച്ചിട്ടാണ്. പിന്നെ ഹൈഡ്രോമീറ്റർ എന്തിനാണ്? ടു മെഷർ ഡെൻസിറ്റി ഓഫ് ലിക്വിഡ്. ഹൈഡ്രോമീറ്റർ ദ്രാവകങ്ങളുടെ ഡെൻസിറ്റി അളക്കാൻ വേണ്ടിയിട്ട്, ലിക്വിഡ്സിന്റെ സാന്ദ്രത കണ്ടെത്താൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നത് ലാക്ടോമീറ്റർ ആണ്. ലാക്ടോമീറ്റർ എന്തിനാ യൂസ് ചെയ്യുന്നത്? ടു ചെക്ക് പ്യൂരിറ്റി ഓഫ് മിൽക്ക്, പാലിന്റെ ശുദ്ധി പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊക്കെ ഇത് യൂസ് ചെയ്യുന്നു. ഇതിനൊക്കെ ബിഹൈൻഡ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ ആരാണ്? ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ ആണ്. ലിക്വിഡ്സ് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ്, ബയോൺസി ഫോഴ്സിനൊക്കെ ബേസ് ചെയ്ത് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ആപ്ലിക്കേഷൻസ് ആണിത്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഒരുപാട് ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് ഈ ഒരു ആർക്കിമിഡിസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ബയോൺസി ഫോഴ്സിന്റെ ബേസിൽ വരുന്ന ഒരുപാട് എക്സാമ്പിൾ ഉണ്ട്. ഇപ്പൊ കിണറ്റിൽ നിന്ന് നമ്മൾ വെള്ളം കോരുമ്പോൾ വെള്ളത്തിന്റെ അടിയിലുള്ള സമയത്ത് നമുക്ക് വെയിറ്റ് ഫീൽ ചെയ്യില്ല. മേലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെയൊക്കെ ആ ഒരു പുഷ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ബയോൺസി ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട്. ദാറ്റ് ഈസ് ബയോൺസി ഫോഴ്സ് ആണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രാവിറ്റേഷൻ ചാപ്റ്റർ. ഭയങ്കര സിമ്പിൾ ചാപ്റ്റർ ആണ്. നമ്മളെ എന്താ പറയാ, നമുക്ക് ചുറ്റും നടക്കുന്ന പല കാര്യങ്ങൾ
നമ്മുടെ ഭൂമിനെ കുറിച്ചും ഭൂമിയിലുള്ള വസ്തുക്കളെ കുറിച്ചും എന്താണ് ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ എന്ന് പറഞ്ഞു. ന്യൂട്ടൺ അത് വെച്ചിട്ട് ഒരുപാട് കൺക്ലൂഷൻ കൊണ്ടുവന്നിട്ട് അതൊരു ലോ പ്രൊപ്പോസ് ചെയ്തു. ഇവിടെ ഗ്രാവിറ്റേഷന്റെ ഇക്വേഷൻ ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. G(F=G(m1m2/r²) എന്നുള്ളത്. പിന്നെ മാസിന്റെ പ്രൊഡക്റ്റും കൂടി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ. മാസ് കൂടുമ്പോൾ ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. മാസ് കുറയുമ്പോൾ ചെറിയ മാസ് ആണെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന്റെ ഇത് ഭയങ്കര വീക്ക് ആയിരിക്കും, ഭയങ്കര വീക്ക് ആയിരിക്കും. ഇനി ഡിസ്റ്റൻസുമായിട്ട് എന്താ പ്രത്യേകത? ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നു. ഡിസ്റ്റൻസ് കൂടുന്തോറും അവരുടെ തമ്മിലുള്ള അട്രാക്റ്റീവ് ഫോഴ്സ് കുറയുകയാണ് ചെയ്യുന്നത് അല്ലെ. അത് അങ്ങനെ ആലോചിച്ചാൽ മതി. ഡിസ്റ്റൻസ് കൂടുമ്പോൾ അവരുടെ തമ്മിലുള്ള അട്രാക്ഷൻ കുറയുന്നു, ഡിസ്റ്റൻസ് കുറയുമ്പോൾ അട്രാക്ഷൻ കൂടുന്നു എന്നുള്ളത്. പിന്നെ ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു അട്രാക്റ്റീവ് ഫോഴ്സ് ആണ്. പിന്നെ ഒരു G എന്ന് പറഞ്ഞിട്ടുണ്ട്, യൂണിവേഴ്സൽ ഗ്രാവിറ്റേഷൻ കോൺസ്റ്റന്റ്. അതിന്റെ വാല്യൂ പഠിച്ചു വെക്കുക. 6.678 × 10⁻⁻⁻² എന്നുള്ളത്. പിന്നെ എന്താണ് ഗ്രാവിറ്റി? നമ്മൾ പറഞ്ഞു എർത്തിലുള്ള ഒബ്ജക്റ്റിന്റെ മേലേക്ക് ഒരു ഫോഴ്സ് എക്സേർട്ട് ചെയ്യുന്നുണ്ട് ഡൗൺവേർഡ് ഡയറക്ഷനിൽ. അതിനെ പറയുന്ന പേരാണ് ഗ്രാവിറ്റി. ഓക്കെ, എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന് പറയുന്നത് ഗ്രാവിറ്റി. അപ്പൊ വേറെ പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ട്, അതിന് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറയില്ല. എർത്ത് എക്സേർട്ട് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് പറയുന്ന പേരാണ് കേട്ടോ ഗ്രാവിറ്റി. അതിന് മാറ്റം വരിയത് മരത്തിൽ ഗുരുത്വം എന്നാണ് പറയുന്നത്. പിന്നെ ന്യൂട്ടൺ പറഞ്ഞ പോലെ ഇപ്പൊ സോളാർ സിസ്റ്റത്തിൽ ഇപ്പൊ സണ്ണ്, പ്ലാനറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ ഗ്രാവിറ്റി ഉണ്ട്. യൂണിവേഴ്സിൽ മൊത്തം എന്ത് ചെയ്യുന്നുണ്ട്? യൂണിവേഴ്സിൽ എല്ലാവരും പരസ്പരം ഈ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സ് നടക്കുന്നുണ്ട്. പക്ഷെ ഗ്രാവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എർത്ത് എക്സെപ്റ്റ് ചെയ്യുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ പറയുന്ന പേരാണ് കേട്ടോ. അത് മാറിപ്പോയത്. പിന്നെ നമ്മൾ കുറച്ച് എക്സ്പെരിമെന്റ്സ് പറഞ്ഞു, ഒരുപോലെ വീഴുമോ എന്നുള്ളത്. അത് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് നമുക്ക് കൺക്ലൂഷൻ ഉണ്ടാക്കി. വാക്യത്തിലാണെങ്കിൽ ഏത് ഒബ്ജക്ട്സും ഒരേപോലെ, ഒരേ നിരക്കിൽ, ഒരേ ടൈമിൽ ഒന്ന് വീഴുന്നുള്ളത്. പിന്നെ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറഞ്ഞു, അതിന്റെ ഇക്വേഷൻ നമ്മൾ റെഡ്യൂസ് ചെയ്തു. പിന്നെ എന്താണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി പറഞ്ഞാല്? ഗ്രാവിറ്റി കാരണം ഈ ഒബ്ജക്ട്സ് എന്താ പറയാ, ആക്സിലറേറ്റീവ് മോഷനിലായിരിക്കും. അങ്ങനെ ഉണ്ടാകുന്ന ആക്സിലറേഷൻ ആണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. സ്മോൾ ലെറ്റർ G ആണ്, അതൊരിക്കലും മാറിപ്പോരുത്. വാല്യൂ 9.8. അത് എർത്തിൽ തന്നെ പല സ്ഥലത്തും പല വാല്യൂ ആണ് വരുന്നത്. അതിന്റെ ഇക്വേഷൻ പഠിച്ചു വെക്കുക. G(M/r²) എന്നുള്ളത്. M എന്ന് പറയുന്നത് മാസ് ഓഫ് എർത്ത് ആണ്. ഈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല? ഒബ്ജക്റ്റിന്റെ മാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതും ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഇക്വേഷൻസ് നന്നായിട്ട് പഠിച്ചു വെക്കുക, അത് വെച്ച് പ്രോബ്ലം ചെയ്യാൻ. പിന്നെ നമ്മുടെ ഇക്വേഷൻസ് മോസ്റ്റ് 3 ഉണ്ട്. അതിൽ നമ്മൾ ഗ്രാവിറ്റിയുടെ കേസിൽ വരുന്ന സമയത്ത്, ഗ്രാവിറ്റിയുടെ അണ്ടറിൽ വരുന്ന സിറ്റുവേഷനിലാകുമ്പോൾ നമ്മൾ എ എന്ന ആക്സിലറേഷൻ ഉള്ളിടത്തൊക്കെ നമ്മൾ G ആയിട്ട് മാറ്റി കൊടുക്കുക. അത്ര ഡിഫറൻസ് ഉള്ളൂ. ഇക്വേഷൻസ് നമ്മൾ ബൈഹാർട്ട് ചെയ്യുക. ഇത് വെച്ചിട്ട് നമ്മൾ പ്രോബ്ലം വരും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മെയിൻ ആയിട്ട് മേലോട്ട് അപ്വേർഡ് മോഷനിലുള്ള സിറ്റുവേഷനിൽ നമ്മൾ ജിയുടെ വാല്യൂ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ആഡ് ചെയ്ത് വെക്കണം? മൈനസ് ആഡ് വെക്കണം. കാരണം നോർമലി നമ്മൾ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് ഡൗൺവേർഡ് ഡയറക്ഷനിലേക്കാണ്, താഴത്തെ ഡയറക്ഷനിലേക്കാണ് നടക്കുന്നത്. അപ്പൊ അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് സിറ്റുവേഷൻ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു മോഷൻ വരുന്നതെങ്കിൽ, അപ്പൊ നമ്മൾ ജിയുടെ വാല്യൂ മൈനസ് ആയിട്ട് എടുക്കുക. -9.8 m/s² എടുക്കുക. ഓക്കെ. പിന്നെ മാസ് എന്താ? ഒരു ഒബ്ജക്റ്റിൽ എത്ര മാറ്റർ ഉണ്ട്, അതാണ് മാസ്. അതൊരിക്കലും മാറുന്നില്ല. അത് ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. കിലോഗ്രാം ആണ് അതിന്റെ യൂണിറ്റ് വരുന്നത്. പാൻ ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ അത് മെഷർ ചെയ്യുന്നത്. ഇനേഷ്യ കൂടുമ്പോൾ മാസ് കൂടുതൽ. മാസ് കൂടിയ ഒബ്ജക്റ്റ് ആണെങ്കിൽ അവർക്ക് ഇനേഷ്യ കൂടുതലായിരിക്കും എന്നുള്ളതാണ്. പിന്നെ നമ്മൾ വെയിറ്റ് പറഞ്ഞു. വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും നേരത്തെ പറഞ്ഞ പോലെ അതിന്റെ കിലോഗ്രാമിൽ മെഷർ ചെയ്യുന്ന ഒരു സാധനമല്ല. വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമി ആ വസ്തുവിന് മേലെ എക്സെർട്ട് ചെയ്യുന്ന ഫോഴ്സിനെ പറയുന്ന പേരാണ്, അതാണ് അതിന്റെ വെയിറ്റ്. നമുക്ക് W/mg എഴുതാം. അതിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. ഇത് ജിയുടെ വാല്യൂ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന കാരണം വെയിറ്റിന്റെ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. നമുക്ക് സ്പ്രിംഗ് ബാലൻസ് വെച്ചിട്ടാണ് മെഷർ ചെയ്യുന്നത്. വെർട്ടിക്കലി ഡൗൺവേർഡ് ആണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. പിന്നെ നമ്മളിതാ രണ്ടും കൂടി നമ്മൾ ഏകദേശം കമ്പയർ ചെയ്തിട്ട് പറഞ്ഞു. പിന്നെ കുറച്ച് എക്സാമ്പിൾ പറഞ്ഞു. എന്താ ഇത്? എന്തിനുള്ള എക്സാമ്പിൾ ആയിരുന്നു? വെയിറ്റ്ലെസ്നെസ് എന്നുള്ളത്. നമുക്കൊരു വെയിറ്റ്ലെസ് ഫീൽ ചെയ്യും, ഭാരമില്ലായ്മ ഫീൽ ചെയ്യുന്ന ഒരു അവസ്ഥ അല്ലെ. എപ്പോഴാണ് ഭാരമില്ലായ്മ ഫീൽ ചെയ്യുന്നത്? ഫ്രീ ഫോൾ നടക്കുന്ന സമയത്താണ്. ഓക്കെ, എക്സാമ്പിൾ ആണ് ആസ്ട്രോണറ്റ്സ്. ഇപ്പൊ സ്പേസ് ഷിപ്പിലേക്കോട്ടെ അല്ലെങ്കിൽ ലിഫ്റ്റിൽ വരുന്ന കേസ്. ഇതേപോലെ ഈ ബുക്ക് നമ്മളിതാ ഇങ്ങനെ താഴോട്ട് പെട്ടെന്ന് വലിക്കില്ലേ, അപ്പോൾ നമുക്കൊരു വെയിറ്റ്ലെസ് ഫീൽ ചെയ്യും. ഇതേപോലെ ഒരുപാട് സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഓർത്തെടുത്ത് പറയാൻ പറ്റും. അതുകൊണ്ട് എഴുതി വെക്കാം. ഞാൻ കുറച്ച് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. എന്തുകൊണ്ടാണ് അവിടെ ഫ്രീ ഫോൾ നടക്കുന്ന സമയത്ത് നമുക്ക് അവിടെ വെയിറ്റ് ഫീൽ ചെയ്യാത്തത്? അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല. അവിടെ എന്തില്ല? ആക്ഷൻ മാത്രമേ. അവിടെ റിയാക്ഷൻ തിരിച്ചൊരു റിയാക്ഷൻ ആണല്ലോ നമുക്ക് അവിടെ വെയിറ്റ് ആയിട്ട് ഫീൽ കാണിക്കേണ്ടത്. പക്ഷെ അവിടെ റിയാക്ഷൻ നടക്കാത്തതുകൊണ്ട് there is no weight. ഓക്കെ. പിന്നെ നമ്മളിത് ഈ ഫ്ലോട്ട് ചെയ്യുന്നത് പറഞ്ഞു. കല്ല് വെള്ളത്തിലിട്ടപ്പോൾ ഒരു ലിക്വിഡിലേക്ക് ഇടുമ്പോൾ അത് അവർ അപ്പോഴും പുഷ് അവിടെ ലിക്വിഡ് കൊടുക്കുന്നുണ്ട്, ഫ്ലൂയിഡ്. ആ ഒരു ഫോഴ്സിനെ പറയുന്ന പേരാണ് ബയോൻസി ഫോഴ്സ്, അല്ലെങ്കിൽ ഫോഴ്സ് ഓഫ് ബയോൻസി, അല്ലെങ്കിൽ ബയൻ ഫോഴ്സ്, അല്ലെങ്കിൽ അപ്ത്രസ്റ്റ്, മലയാളത്തിൽ ഉൽപാദനം എന്ന് പറയുന്നത്. ആ ഫോഴ്സ് ഉള്ള കാരണമാണ് ഇതിങ്ങനെ ഫ്ലോട്ട് ചെയ്യുന്നതും പിന്നെ ഒരു എന്താ പറയാ
നമ്മളിങ്ങനെ മുക്കി കൊടുക്കുമ്പോൾ അത് തിരിച്ച് മേലോട്ട് തന്നെ വരുന്നതും, അതുകൊണ്ടാണ് നമുക്ക് ഒരു പുഷ്, ആ ഫ്ലൂയിഡ് അതിലേക്ക് കൊടുക്കുന്ന ഒരു പുഷ്, അതാണ് കേട്ടോ. പിന്നെ അതിന്റെ എങ്ങനെയാണ് അതിന്റെ അളവ് അളക്കുക എന്നുള്ളത് വെച്ചാൽ എത്രത്തോളം വെള്ളമാണ്, വെള്ളം മീൻസ് എത്രത്തോളം ഫ്ലൂയിഡ് ആണ് അവിടെ ഡിസ്പ്ലേസ് ചെയ്യുന്നത്, അതിന്റെ വെയിറ്റ് ആണ് ആ ഫോഴ്സിന്റെ അളവ് എന്ന് പറയുന്നത്. രണ്ട് കാര്യത്തിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഡെൻസിറ്റി ഓഫ് ഫ്ലൂയിഡിലും വോളിയം ഓഫ് ബോഡി ഇമേഴ്സ് ചെയ്യുന്നതിലും. അത് വെച്ച് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഒരു കല്ലായിക്കോട്ടെ, തേങ്ങ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു പന്തായിക്കോട്ടെ, വാട്ട് എവർ ദ ഒബ്ജക്ട്സ്, എല്ലായിടത്തും ഫ്ലൂയിഡിൽ നമ്മൾ ഇമേഴ്സ് ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ ഫ്ലൂയിഡ് അവരുടെ മേലേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, യെസ് ഫോഴ്സ്, ഒരു ബയൻസി അവിടെ, ഫോഴ്സ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ അവര് വോളിയം അനുസരിച്ചിട്ട്, അവരുടെ വോളിയം അനുസരിച്ചിട്ട് അവർ ഡിസ്പ്ലേസ് ചെയ്യുന്ന വെള്ളത്തിന്റെ അല്ലെങ്കിൽ ഫ്ലൂയിഡിന്റെ അളവ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതനുസരിച്ചിട്ട് അവരെ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സിന്റെ അളവിൽ മാറ്റമുണ്ടെന്നാണ് പറയുന്നത്. ഇതിനെ കുറച്ച് ഡെയിലി ലൈഫ് എക്സാമ്പിൾസ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് നമ്മൾ പറഞ്ഞു. സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രാവിറ്റേഷൻ. ഭയങ്കര എളുപ്പമാണ്, നന്നായിട്ടൊന്ന് വായിച്ചൊന്ന് റെഫർ ചെയ്യാൻ കിട്ടാവുന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ ഇക്വേഷൻസ് പഠിക്കുക, അത് വെച്ചുള്ള പ്രോബ്ലംസ്, അങ്ങനെയൊക്കെ എക്സാമ്പിൾ ഡെയിലി ലൈഫ് എക്സാമ്പിൾ ഞങ്ങളൊന്ന് പഠിക്കുക. സോ ദാറ്റ്സ് ഓൾ അബൌട്ട്. സോ താങ്ക് യു ഫോർ ലിസണിങ്.